ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഫോർത്ത് ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ്ങില് ഫസ്റ്റ് ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞു അല്ലെ, 2 ക്ലാസ് കഴിഞ്ഞു. അപ്പോ അതില് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത മെയിൻ കാര്യം പറയാം, VSEPR തിയറി. VSEPR തിയറി എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി എന്ന് പറഞ്ഞേ. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, VSEPR തിയറി. ആ VSEPR തിയറിയില് നമ്മള് പോസ്റ്റുലേഷൻസ് എഴുതി അല്ലെ. എന്തുകൊണ്ടാണ് ഈ VSEPR തിയറിയുടെ പർപ്പസ് എന്താ, എന്തിനു വേണ്ടിയിട്ടാ? ഒരു കാറിന്റെ പർപ്പസ് എന്താ? കഴിക്കുന്നതാണോ? പിന്നെന്താ? ഓടിക്കാന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അല്ലെ, മൂവ്മെന്റ് അല്ലെ, ലൊക്കേഷൻ ടു ലൊക്കേഷൻ വരുന്നതാണ്. അതുപോലെ VSEPR തിയറിയുടെ പർപ്പസ് എന്താണ്? ഞാൻ പറഞ്ഞു, അതിൽ ആദ്യത്തെ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഷേപ്പ് ഓഫ് മോളിക്യൂൾ അല്ലെ. ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിന്റെ ഷേപ്പ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ പഠിക്കും VSEPR തിയറി. അങ്ങനെയല്ല, ആ VSEPR തിയറി എന്തിനാ പർപ്പസ് നമ്മുടെ മൈൻഡിനോട് തന്നെ ചോദിക്കണം. എന്താണ് ഷേപ്പ് ഓഫ് മോളിക്യൂൾ? കേട്ടോ, ഓർത്ത് നോക്കാം. ഓരോ പെർട്ടിക്കുലർ മോളിക്യൂളിനും ഇന്റേണലി നല്ല ഭംഗിയുള്ള ഷേപ്പ് ഉണ്ട് അല്ലെ. നിങ്ങൾ സ്കൂളിൽ ഒരു അസംബ്ലി ആയിട്ട് സ്ക്വയർ പോലെ നിൽക്കുകയാണ് എന്ന് കരുതി നിങ്ങൾ ഓരോരുത്തരും സ്ക്വയർ ആണോ? അല്ല. അതുപോലെ ഈ ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിൽ ഓരോ ആറ്റം ഉണ്ട്. ആ ആറ്റത്തിനും നല്ല മോളിക്യൂൾ ആയിട്ട് അവർ നല്ല ഭംഗിയുള്ള ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് എങ്ങനെ ഫോം ചെയ്തു? അതാണ് VSEPR തിയറി പറയുന്നത്. VSEPR തിയറിയിൽ രണ്ടാമത്തെ പോസ്റ്റുലേഷൻസ് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺ എങ്ങനെയായിരുന്നു? റിപ്പൽ ഈച്ച് അതർ അല്ലെ. വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്തു? റിപ്പൽ ഈച്ച് അതർ. കേട്ടോ, ഓർത്ത് നോക്കാം. തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതാണ് പറയുന്നത്. ആ റിപ്പൽഷൻ, മിനിമൈസ് റിപ്പൽഷൻ, ഒരു പോയിന്റ് വന്നല്ലോ. മിനിമൈസ് റിപ്പൽഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അല്ലെ. അങ്ങനെ നമ്മൾ ആ മാക്സിമൈസ് ഡിസ്റ്റൻസ് ചെയ്തു. ആ ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു കാറ്റഗറി ഓഫ് അല്ലെ മോളിക്യൂൾസിനെ പഠിച്ചു. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയത് ബോണ്ട് പെയർ ഓൺലി, ബോണ്ട് പെയർസ് മാത്രത്തിന്റെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഈ ഒരു ഏരിയയിൽ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ ഉണ്ട്, പഠിച്ചോ എന്ന് പറയുന്നതല്ല, ലോജിക്ക് വെച്ച് തിങ്ക് ചെയ്ത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ VSEPR തിയറിയിൽ നമ്മൾ പഠിച്ച ഫസ്റ്റ് എക്സാമ്പിൾ BeF2 എന്തായിരുന്നു? ലീനിയർ. കേട്ടോ, ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ അല്ലെ. ഓർത്ത് നോക്കാം. കേട്ടോ, ഇൻ കേസ് കേട്ടോ BeF2 എന്തായിരുന്നു? ലീനിയർ. എന്തുകൊണ്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അല്ലെ. ഓർത്ത് നോക്കാം. 180 ഡിഗ്രി. കേട്ടോ, ഇതിനു മുമ്പത്തെ ക്ലാസ് ഒന്നും കൂടി കാണണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 180 ഡിഗ്രി. ദെൻ സെക്കൻഡ് എന്തായിരുന്നു? BeF3 അല്ലെ. BeF3യുടെ ഷേപ്പ് എന്തായിരുന്നു? ട്രയഗണൽ പ്ലാനർ. ദെൻ നെക്സ്റ്റ് തേർഡ് എന്തായിരുന്നു? CH4 ഷേപ്പ് എന്തായിരുന്നു? പറയേ. ദെൻ ഫോർത്ത് എന്തായിരുന്നു? PCl5 എന്തായിരുന്നു? ട്രയഗണൽ ബൈപിരമിഡ്. ദെൻ ഫിഫ്ത്ത് എന്തായിരുന്നു? SF6 എന്തായിരുന്നു? ഒക്ടാഹെഡ്രൽ. ഇത്രയും വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയത്. ഇത്രയും വരെ ക്ലിയർ ചെയ്ത് പോകണം. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രീതിയൊക്കെ മാറും. വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് എഴുതി കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവാണ് ആക്ച്വലി വരുന്ന സമയത്ത്. കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് അടുത്ത മാസത്തിൽ. കേട്ടോ, ഓർത്ത് നോക്കാം. 2 ചാപ്റ്റർ ആണ് കെമിസ്ട്രിന്ന് വരുന്നത്. ഫസ്റ്റ് പറ്റില്ല. കേട്ടോ, ഓർത്ത് നോക്കാം. ഓരോ സ്ഥലത്തും എല്ലാവർക്കും എക്സാംസ് ഒക്കെ ഉണ്ടാവും. കേട്ടോ, ഓർത്ത് നോക്കാം. അതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു ഏതൊക്കെ ചാപ്റ്ററാ എക്സാം സ്കൂളിൽ? കെമിസ്ട്രിയിൽ ഏതൊക്കെയാ? 1, 2, 3 ഇല്ലേ? കേട്ടോ, 3 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മളിവിടെ 2ഉം 3 ആണ് എക്സാമിന് വെക്കാൻ പോകുന്നത്. കേട്ടോ, 2 and 3 ഓർത്ത് നോക്കാം. അപ്പോൾ പഠിച്ചിട്ട് വന്ന് എഴുതി ക്ലിയർ ചെയ്യണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാ മാസവും എക്സാം ഉണ്ടാവും. നമ്മളിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഈ എക്സാം ചെയ്യുന്ന ഇത്രയുള്ള നിങ്ങളുടെ പേപ്പറൊക്കെ വാല്യുവേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് പഠിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കേട്ടോ, ഓർത്ത് നോക്കാം. എന്നിട്ടൊരു പ്രോഗ്രസ് ഒക്കെ റിപ്പോർട്ട് പോലെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് നവംബറിലായിരിക്കും അടുത്ത ഇത് വരുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. നവംബർ ആകുമ്പോഴും നമുക്ക് സെറ്റ് ആയി തുടങ്ങണം. നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത്. കാരണം നിങ്ങൾക്ക് 11th എന്തുണ്ടാവും? KVക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്കൂളുകാർക്കും എന്ത് പറ്റും? പറയേ. നിങ്ങൾക്ക് അറിയില്ലേ 11th? നിങ്ങൾക്ക് ജനുവരി എത്തുമ്പോൾ ജനുവരി ലാസ്റ്റ് വീക്ക് എന്തായാലും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിൽ കുറെ സ്കൂളുകാർക്ക് +2 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നവംബർ 15th ഡിസംബറിനുള്ളിൽ തന്നെ പോർഷൻസ് ഒക്കെ തീർത്ത് റിവിഷൻ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഡിസംബർ മുഴുവനും റിവൈസ് ചെയ്ത് ക്ലിയർ ചെയ്ത് നല്ല മാർക്കിലേക്ക് എത്തണം. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ഒരു ജഡ്ജ്മെന്റ് ഞാനായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ സെപ്റ്റംബറിലാണ്. ആക്ച്വലി സെപ്റ്റംബറിൽ എടുത്ത് ആ മാർക്ക് കിട്ടി അതനുസരിച്ചിട്ട് എനിക്ക് പാരന്റ്സിന്റെ അടുത്ത് പറയാം എനിക്ക് ഓണത്തിന്. കേട്ടോ, ഓർത്ത് നോക്കണ്ടോ?
വേണമെങ്കിൽ ഓണത്തിനൊക്കെ എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല മാർക്ക് വാങ്ങിക്കണം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയും ഓണത്തിനൊന്നും വിടണ്ട, ഇവിടെ ഇരുത്തി പഠിപ്പിച്ച് ആ സമയത്ത് എക്സാം ഒക്കെ എഴുതിപ്പിക്കും ഞാൻ. മനസ്സിലായി? എൻ്റെ പ്ലാൻ അതാണ് കേട്ടോ. ഓർത്ത് വെക്കാം. തീരുമാനിച്ചു കുഴപ്പമില്ല, എക്സാം ഞാൻ മാറ്റി തരും കേട്ടോ. ഓണത്തിൻ്റെ അന്ന് വയ്ക്കും, പിടിച്ചിരുത്തും കേട്ടോ. ഓർത്ത് വെക്കാം. വെറും 150 ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിപ്പിക്കും. ഓരോ ചാപ്റ്ററിൽ നിന്ന് 15 വിത്ത് ആൻസേഴ്സ് അതിൻ്റെ എഴുതണം, അത്രേ ഉള്ളൂ. അങ്ങനെ എക്സാമേ ഞാൻ ഓണത്തിൽ ഇടുള്ളൂ, ഇടുകയാണെങ്കിൽ കേട്ടോ. ഓർത്ത് വെക്കാം. ഓക്കെ, ഇത് പോയാ സ്കിപ്പ് ചെയ്താ കേട്ടോ. ഓർത്ത് വെക്കാം. അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. ദെൻ ഇത് ഇത്രയും കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പറയണം കേട്ടോ. ഓർത്ത് വെക്കാം. ഫസ്റ്റ് ആര് പറയും? അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പ്ലാനർ, CH4 tetrahedral 109.5, PCl5 trigonal bipyramid 90 and 120 degree. Very good. SF6 octahedral 90 degree. സൂപ്പർ ആയിട്ട് ഇതുപോലെ ഇയാൾ പറഞ്ഞതുപോലെ നല്ല സ്പേസ് പറയുന്നത് ശ്രദ്ധിച്ചോ. ഓരോ സ്പേസ് ഇട്ട് നല്ല കറക്റ്റ് ആയിട്ട് ലാഗ് വരാതെ പറഞ്ഞു. അങ്ങനെ വന്നാൽ മൈൻഡ് സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെ, പാട്ടൊക്കെ പാടുമ്പോൾ ശ്രുതി അല്ലെ, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇല്ലേ. അല്ലാതെ എനിക്കൊരു പാട്ട് അറിയാത്ത ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പെടുന്നു പോകും അല്ലെ. കാരണം എന്താ, അതിൻ്റെ ഒരു താളവും അതിന്റെ അല്ലെ ട്യൂണും എല്ലാ സാധനവും ഒക്കെ കറക്റ്റ് ആയി അതുപോലെയാണ് പഠിച്ചേക്കണേ. കാരണം നല്ല സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ട് ഒരു ക്ലാപ്പ് കൊടുത്തേ. ഫസ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് കേട്ടോ. ഓർത്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഹാപ്പിയാ. ആദ്യത്തെ ഒരാള് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറഞ്ഞ എന്റെ ക്ലാസ് സക്സസ് ആയ പോലെയാണ് ആക്ച്വലി. ഓക്കെ, ദെൻ 120 ഡിഗ്രി, അടുത്താണ് EF2 linear 180 degree, EF3 120 degree, trigonal planar, CH4 109.5 degree, tetrahedral, PCl5 90 and 120, trigonal bipyramid, SF6 octahedral 90 degree. Linear 180, PF3 triangular planar 120, CH4 tetrahedral 109.5, PCl5 triangular bipyramid 90 and 120, and SF6 octahedral 90. EF2 linear 180 degree, BF3 trigonal planar 120 degree, CH4 tetrahedral എത്രയായിരുന്നു? 109.5 ഡിഗ്രി, 109.5 ഡിഗ്രി, BCl5 trigonal bipyramid 90 and 120 degree, SF6 90 കേട്ടോ. കിട്ടുന്നുണ്ട്. നമുക്ക് ഷാർപ്പ് ആക്കണം കേട്ടോ. ഫാസ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ദെൻ ഒരു മിനിറ്റ്, ഓൺലൈനിൽ ഇരിക്കുന്ന ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായില്ല. വീഡിയോ കണ്ടിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ കണ്ടിരുന്നോ? കണ്ടോ? ഒരു മിനിറ്റ് എന്റെ സൗണ്ട് കേൾക്കുന്നില്ല. അത് ഇവിടുത്തെ കുഴപ്പമാണോ നോക്കട്ടെ. ഒരു മിനിറ്റ്. ഇനി പറഞ്ഞ കേട്ടില്ല കേട്ടോ. ആണോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലെങ്കിൽ ഈ സാധനം ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ടഫസ്റ്റ് ഏരിയ. ലാസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ എന്തായാലും ഇന്നിരുന്ന് കാണണം കേട്ടോ. ഓർത്ത് നോക്കാം. വീഡിയോ എടുക്കാൻ അറിയാലോ, ലിങ്ക് കേട്ടോ. ഇതിനു മുമ്പുള്ള അത് കണ്ടിട്ട് ഇതിലേക്ക് എടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇതൊരു വരുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം വെറുതെ കാണാതെ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഒരു ഓർഡർ ഒക്കെ പറഞ്ഞ് അതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഒരു ടേബിൾ വന്നിട്ട് ഇങ്ങനെ കാണാതെ പറയുന്നതാണ് ആക്ച്വലി. അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ കുറെ കാണാതെ പഠിക്കും. പക്ഷെ നമുക്ക് എല്ലാം മോളിക്കൊണ്ടിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാവൂ കേട്ടോ. കണ്ടിന്യൂഷൻ ക്ലാസ് ആണത്
കേട്ടോ, ഓർത്ത് നോക്കുക. കാരണം ഇവരെല്ലാവരും കൊണ്ട് ഞാനത് പറയിപ്പിച്ചിട്ട് ക്ലാസ് തുടങ്ങണുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കുക. താനും ശ്രദ്ധിച്ചേക്കണം കേട്ടോ, ഓർത്ത് നോക്കുക ഇവർ പറയുമ്പോ കേട്ടോ. ഓക്കെ, എന്നിട്ട് ഒന്ന് കാണാൻ പഠിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ, അതെങ്ങനെ പഠിച്ചു എന്നുള്ളത് ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ പോയി നോക്കണം കേട്ടോ, കാരണം ഒരു ക്ലാസ് കൊണ്ട് എടുത്താ. ഓക്കെ, ഞാൻ പറഞ്ഞു ആമൻ. BF2 180 linear, BF3 120 triangle planar, CH4 tetrahedral, 120 ടെട്രാഹെഡ്രൽ 109.5 degree, PCL5 triangle bipyramid 120 and 90 degree, SF6 tetrahedral 90 degree. അടുത്താണ് BF2 linear 180 degree, BF3 triangular planar 120 degree, CH4 109.5 tetrahedral, PCL5 120 and 90 degree, triangular bipyramid, CF6 ആണ്, SF6. SF6 90 degree octahedral. BF2 linear 180 degree, BF3 triangular planar 120 degree, CH4 tetrahedral 109.5 degree, PCL5 triangular Bipyramid 20,90 degree, SF6 octahedral 90 degree. BF2 180 degree linear, BF3 120 degree triangular planar, CH4 tetrahedral 109.5 degree, PCL5 triangular bipyramid 90 degree, 106 octahedral 90 degree. ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ എടുത്തേക്കുന്ന ഈ കൺസെപ്റ്റ് ചെയ്യുന്ന ഇവിടെ നമ്മളിപ്പോ കൺസിഡർ ചെയ്തത് ബോണ്ട് പെയർ ഓൺലി. ബോണ്ട് പെയർ ഓൺലി. ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോണ്ട് പെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബോണ്ട് പെയറും ലോൺ പെയറും മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ബോണ്ട് പെയറും ലോൺ പെയറും മിക്സ് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കുന്നത്. അപ്പൊ ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന എക്സാമ്പിൾസുകളെല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഇനി ഈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല. ടെക്സ്റ്റ് ബുക്കിൽ ഒരു മോളിക്യൂൾ തന്നിട്ട് അതിന്റെ ഷേപ്പുകളെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? കാണാതെ പഠിക്കേണ്ടി വരും. നമ്മൾ ഒരു മെത്തേഡിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ പഠിച്ചത് വെച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കില് നോർമൽ ടീച്ചേഴ്സ് 2 ടേബിൾ ആണ്. ആ ടേബിൾ കാണാതെ പഠിച്ചോളാൻ പറയും. എന്നിട്ട് അടുത്ത ടോപ്പിക് എടുത്ത് ചാപ്റ്റർ അങ്ങ് തീർന്നു കേട്ടോ, ഓർത്ത് വെക്കാം. എനിക്ക് ഇപ്പൊ നമുക്ക് ചാപ്റ്റർ വേഗം കഴിഞ്ഞു പോകാൻ പറ്റും. പക്ഷെ അതല്ല, നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ഐഡിയ കൊണ്ടുവരാണ് തിയററ്റിക്കലി. എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 വരെയുള്ള ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എൻട്രൻസ് ലെവൽ മുതൽ എല്ലാവരും ചെയ്യാൻ പറ്റും. ഈ ഇത് വരുന്നത് കേട്ടോ. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ എളുപ്പമാണെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. SO2 മോളിക്യൂൾ വരുന്നത് എന്താ? SO2. ഇങ്ങനെ കണ്ടാൽ സൾഫർ. സൾഫറിന് എടുക്കണം. ഇതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം സൾഫർ അല്ലെ. സൾഫറിന്റെ അടുത്തേക്ക് ഓക്സിജൻ വരുന്നു. എന്തുകൊണ്ടാണ് സൾഫർ എടുത്തത്? അതാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെ. മിഡിൽ വരുന്ന ആളാണ് സൾഫർ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഓക്സിജനൊക്കെ അതിലേക്ക് പോവാണ് അല്ലെ, ഓർത്ത് നോക്കുക. ഇപ്പൊ ഇയാളുടെ മാരേജ് ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാളായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഞങ്ങളാണോ ഇയാൾക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നത്? അല്ല അല്ലെ, ഓർത്ത് നോക്കാം. അതുപോലെ ഒരു സെൻട്രൽ ആയിട്ട് നിൽക്കുന്നതാണ്. ഔട്ടർ മോസ്റ്റലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഔട്ടർ മോസ്റ്റലില് സൾഫറിന്റെ ആറ്റമിക് നമ്പർ എത്രയാ? 16 കേട്ടോ, ഓർത്ത് നോക്കാം. 16 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? ഒന്ന് പറഞ്ഞേ. 2,8,6. ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6. അതെ, ആ 6 ഇലക്ട്രോൺ ഇത് ഇങ്ങനെ എഴുതാം. അടുപ്പിച്ച് എഴുതിക്കും, ഒരു കുഴപ്പമില്ല. പുറത്ത് നോക്കാം. അതെ, ഇങ്ങനെ എഴുതി 1, 2, 3, 4, 5, 6. ശരിയാണോ? ഇങ്ങനെ എടുത്ത് എഴുതും നമ്മള്. ഇനി ഇതിലേക്ക് എത്ര ഓക്സിജൻ വന്നിട്ടുണ്ട്? 2. ഒരു ഓക്സിജന് എത്ര ബോണ്ട് പെയർസ് വരും? ഓക്സിജന്റെ വാലൻസി അറിയാലോ. വാലൻസി എത്രയാ? 2. അപ്പൊ ഓക്സിജൻ വന്നു കഴിഞ്ഞാല് അത് എന്താണ്? ഡബിൾ ബോണ്ട് ആവും. ഇപ്പൊ H2 ആണെങ്കിൽ ഇത് കണ്ടോ, ഓക്സിജന് 2 ബോണ്ട് ഉണ്ടോ? കണ്ടോ, ഇങ്ങനെ ഉണ്ടോ അല്ലെ, ഓർത്ത് നോക്കാം. ഇവിടെ ആരായിട്ടാണ്? സൾഫർ ആയിട്ട് മാത്രമോ? അപ്പൊ എങ്ങനെ വരണം? ഡബിൾ ബോണ്ട്. ഇവിടെ നോക്കാം, ഡബിൾ ബോണ്ട് ഉണ്ടോ, ഓർത്ത് നോക്കാം. അതെ, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഇനി ഈ ഓക്സിജനും ഡബിൾ ബോണ്ട് വന്നു. ഇവിടെ ഓർത്ത് നോക്കാം. നമ്മൾ എഴുതിയേക്കുന്ന പോസ്റ്റേഷനല്ല, സെക്കൻഡ് ലാസ്റ്റ് പോസ്റ്റേഷൻ ഒന്ന് വായിച്ചേ നിങ്ങൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയേക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് പോസ്റ്റേഷൻ ഒന്ന് വായിച്ചേ.
മൾട്ടിപ്പിൾ ബോണ്ട് റിഗാർഡഡ് ആസാനെ അല്ലെങ്കിൽ കൺസിഡർ ആസാനെ സിംഗിൾ സൂപ്പർ പെയർ. ഒരാളായിട്ട് എടുക്കുള്ളൂ. മൾട്ടിപ്പിൾ പെയറിനെ എന്തായിട്ട് എടുക്കുക? ഒരാള്. അപ്പോ ഇത് നമ്മൾ 1 ആയിട്ട് എടുക്കുള്ളൂ. ഇത് 1 ആണ്, ഇത് 1 ആണ്. ലോൺ പെയർ എത്ര എണ്ണം ഉണ്ട്? ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോൺ എത്രയാണ്? 2. അപ്പൊ ഇവിടെ ഒന്ന് എഴുതിയേ 1 ലോൺ പെയർ. കണ്ടോ? ഇങ്ങനെ ഒന്ന് എടുത്തെഴുതണം. എത്ര ബോണ്ട് പെയർ ഉണ്ട്? കണ്ടോ? ഒരു പെയർ ആയിട്ട് എടുക്കുള്ളൂ. ഇത് ഒരു പെയർ. അപ്പൊ 2 ബോണ്ട് പെയർ. ടോട്ടൽ എത്ര വന്നു? ഒരു ലോൺ പെയറും 2 ബോണ്ട് പെയറും ടോട്ടൽ എത്ര വന്നു? 3. 3 വന്നാൽ ഏത് ഷേപ്പ് ആയിരിക്കും? ഇയാളുടെ തന്നെ വെച്ചേക്കാം. 3 വന്നാൽ എന്ത് ഷേപ്പാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? നമ്മൾ 3 വരുമ്പോ ട്രയഗണൽ പ്ലാനർ. ഓർമ്മയുണ്ടല്ലോ? അതുപോലെ അങ്ങ് വരക്കും. ഞാൻ വരക്കണ സ്റ്റൈൽ നോക്കിക്കോട്ടോ. ദേ സൾഫർ ട്രയാങ്കിൾ പോലെ കണ്ടോ? ഓർത്ത് നോക്കുക. ദേ ഇവിടെ എന്തുണ്ട്? ഓക്സിജൻ. ദേ ഇവിടെ ഓക്സിജൻ. കണ്ടോ? ഓർത്ത് നോക്കുക. ഇതൊരു പെയർ ആണ്. ഇവിടെ ലോൺ പെയർ വരും. കണ്ടോ? ഓർത്ത് നോക്കുക. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ അങ്ങനെ കറക്റ്റ് അല്ലേ? അതുപോലെ വരച്ചു നോക്കുന്നത് കണ്ടോ? ഇങ്ങനെ വരക്കണം. കണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ ട്രയാങ്കിൾ പോലെ വരച്ചു. എന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് എന്ത് കൊടുത്തു? ഇതിനെന്താ വിളിക്കുക? ഇങ്ങനെ വരക്കുന്ന ലോൺ പെയർ കേട്ടോ. എന്താ വിളിക്കുന്നത്? ലോൺ പെയർ. അപ്പൊ ലോൺ പെയറിനെയാണ് നമ്മൾ ഇങ്ങനെ വരക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഒരു ലോൺ പെയർ 2 ബോണ്ട് പെയർ കേട്ടോ. ഓർത്ത് നോക്കുക. ഒരു ലോൺ പെയർ 2 ബോണ്ട് പെയർ കേട്ടോ. ക്രിസ്തെ ലാസ്റ്റ് ക്ലാസിന്റെ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ മോൻ ഉണ്ടായില്ലേ? അപ്പൊ അതിൽ വന്നേക്കുന്ന എല്ലാരും പഠിച്ചു വെച്ചേക്കണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വെറുതെ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പോ ഓർത്ത് നോക്കുക. 3 വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ലോൺ പെയർ ആൻഡ് 2 ബോണ്ട് പെയർ. ഓർത്ത് നോക്കുക. ഇനി ഇതിന്റെ ഷേപ്പ് ലോൺ പെയർ ഇല്ലാതിരുന്നാൽ ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും? അതാണ് ഷേപ്പ് പറയേണ്ടത്. ലോൺ പെയർ ഇല്ലാന്ന് കരുതാം. ദേ നോക്കിയേ എങ്ങനെയായിരിക്കും? ദേ ഇതിങ്ങനെയല്ലേ ഷേപ്പ് വന്നേക്കുന്നത് അല്ലെ? ലോൺ പെയർ ഇല്ലെങ്കിൽ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയല്ലേ ഇരിക്കുക? ഇതിനെ വിളിക്കുന്ന ഷേപ്പ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ബെൻഡ് എന്നാണ്. എന്താ വിളിക്കുന്നത്? ബെൻഡ്. കണ്ടോ? ഓർത്ത് നോക്കുക. ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ വി പോലെ അല്ലെ? ബെൻഡ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് ബെൻഡ് എന്നാണ് ഷേപ്പ്. അങ്ങനെയാണ് ഷേപ്പ് കണ്ടെത്തുന്നത്. അപ്പൊ ലോൺ പെയർ വന്ന് എന്ത് ചെയ്യണം? നേരത്തെ വരച്ച പോലെ വരക്കണം. എന്നിട്ട് ലോൺ പെയർ മാച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ്? അതാണ് അതിന്റെ ഷേപ്പ് പറയാം. അപ്പൊ ഷേപ്പ് എങ്ങനെയായിരിക്കും? ബെൻഡ്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കാണാൻ പഠിക്കണം. ലോൺ പെയർ 2 ബോണ്ട് പെയർ ബെൻഡ്. ലോൺ പെയർ 2 അങ്ങനെ കുറെ പഠിക്കേണ്ടി വരും. മനസ്സിലായി? അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോ 3 വന്ന നേരത്തെ പഠിച്ചത് അല്ലേ? എന്താ? ട്രയഗണൽ പ്ലാനർ എഴുതി. എന്നിട്ട് ആരെ മാച്ച് കളയണം? ലോൺ പെയറിനെ മാച്ചാൽ എങ്ങനെയിരിക്കും അതിന്റെ ഷേപ്പ്? എങ്ങനെയിരിക്കും? ബെൻഡ് കേട്ടോ. ഓർത്ത് നോക്കുക. എഴുതി വെക്കുക ബെൻഡ്. ഇനി ഇതിന്റെ ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. ഇതിന്റെ ബോണ്ട് ആംഗിൾ എത്രയായിരുന്നു? 120. ശരിയല്ലേ? ഇനി ഇവിടെ ഈ ലോൺ പെയർ എത്തുമ്പോ അതിന് താഴേക്ക് ഒന്ന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ലോൺ പെയർ വന്ന എന്ത് വരും? റിപ്പൾഷൻ കൂടും. അങ്ങനെ റിപ്പൾഷൻ കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇതിന്റെ ബോണ്ട് ആംഗിൾ 119.5 കേട്ടോ. ഓർത്ത് നോക്കുക. 120ക്ക് കുറച്ച് കുറവുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആ ബോണ്ട് ആംഗിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 119.5 ഡിഗ്രി കേട്ടോ. വേഗം എഴുതി വെക്കുക. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ SO2. SO2 ഇതൊക്കെ എഴുതണം. എല്ലാം എഴുതണം കേട്ടോ. ഈ H2 വേണ്ട, ബാക്കിയൊക്കെ എഴുതണം. എങ്ങനെ കിട്ടി എന്നുള്ള മെത്തേഡ് എഴുതണം. അടുത്ത് നിങ്ങൾ പറയിപ്പിക്കും ഞാൻ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ വേഗം ഓർത്ത് നോക്കുക. ഷേപ്പുകളൊക്കെ കിട്ടണം. അപ്പൊ ബെൻഡ് എങ്ങനെ കിട്ടി, എവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് വരണം കേട്ടോ. 119.5 119.5. ഈ സൺഡേ സ്റ്റഡി സെക്ഷൻ വെക്കുന്നുണ്ട്. വരൂ. എത്ര പേര് വരും? സൺഡേ പഠിക്കാനായിട്ട് എക്സാം ആണെന്നല്ലേ പറഞ്ഞേ? ശരിയൊക്കെ വന്നില്ലെങ്കിൽ കേട്ടോ. ഓർത്ത് നോക്കാം. എന്ത് കണ്ടോ? ഫുള്ള് വെക്കാൻ കണ്ടോ? ഓർത്ത് നോക്കാം. 8 മണി വരെ. എത്ര? 7:30 വരെ. 7:30 കേട്ടോ. ഓർത്ത് നോക്കാം. 2:30 മുതൽ ഒരു 7:30 വരെ സ്റ്റഡി സെക്ഷൻ ആണ്. ഇൻഡിവിജ്വലി എടുത്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. വരുന്ന ആൾക്കാരുടെ കറക്റ്റ് പാരന്റ്സിനേക്ക് വിളിച്ച് കറക്റ്റ് ആയിട്ട് ഇയാൾ പഠിക്കുന്നുണ്ട് മറ്റുള്ള ബാക്കി ആൾക്കാരൊക്കെ ഞാൻ ചെയ്തു വിളിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അതാണ് ആക്ച്വലി വർക്കൊന്നും പാടില്ല. സാബത്ത് എന്ന് പറയുന്ന ഇതിന്റെ ഇതില് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ആക്ച്വലി നമ്മൾ എന്താണ് ഹാർഡായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. എങ്കിൽ പോലും ഓർത്ത് വെക്കാം. ഒരു കാളയോ ആരെങ്കിലും ഒരു കിണറ്റിൽ വീണാൽ അതിന്റെ മുകളിലേക്ക് എടുക്കില്ലയോ സാബത്ത് ദിവസം? അങ്ങനെ ഒരു വേർഡ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അപ്പൊ എന്ത് പറ്റും? ആ ബൈബിളിൽ നിന്ന് എടുക്കും. ഓർത്ത് വെക്കാം. നിങ്ങൾ കുഴിയിലാണെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സാബത്ത് അന്ന് വേണം നിങ്ങളൊന്ന് മുകളിലോട്ട് കയറ്റാനായിട്ട്. ഓർത്ത് വെക്കാം. അപ്പൊ അത് എന്താണ്? ആക്ച്വലി ഒരു നല്ല കർമ്മമാണ്. പുണ്യപ്രവർത്തികൾ അന്നത്തെ ദിവസം ചെയ്യാം. മനസ്സിലായി? അല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ആ ദിവസം നമ്മള് നല്ല നല്ല സ്റ്റോറീസ് വായിക്കാം കേട്ടോ. ഓർത്ത് വെക്കുക. ഇത് കാണാം കേട്ടോ. ഓർത്ത് വെക്കുക. എന്ന് കരുതി ഭയങ്കര ഇടിയുള്ള സിനിമയൊക്കെ ഒന്നും കാണണ്ട കേട്ടോ. ഓർത്ത് വെക്കുക.
എന്ന് പറഞ്ഞാൽ വിഷമാവില്ലേ? നമ്മൾ മൂവിയൊക്കെ കാണാറില്ലേ ആക്ച്വലി? അത് നോക്കാം. അപ്പോ നോർമലി എന്താണ് അതിന്റെ പർപ്പസ് എന്താണെന്ന് അറിയോ? പണ്ട് മുതൽ എഴുതി വെച്ചേക്കുന്നില്ല. ഈ നിങ്ങളുടെ ഇതിനൊരു സയന്റിഫിക് വ്യൂ ഉണ്ട്. 6 ഡേ എടുത്തിട്ട് 7th ഡേ ബ്രേക്ക് എടുത്തില്ലെങ്കിൽ അതിന്റെ പോകും കേട്ടോ. ഇനി അതൊന്നല്ല, ഏത് റിലീജിയൻ എടുത്തോ ഇങ്ങനെയുള്ള ബ്രേക്കുകൾ അവർ പറഞ്ഞു പോകുന്നുണ്ട് ആക്ച്വലി വരുന്ന കേട്ടോ. അതിന്റെ റീസൺ ഒരു ഇതുണ്ട് എന്ന് കരുതി ഞാൻ വർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ എന്തിനാ വർക്ക് ചെയ്യണേ കേട്ടോ? ഞാനൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? റിലാക്സ്ഡ് ആയിട്ട് ഓരോരുത്തരെ അല്ലെ, കുഴിയിൽ വീണ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാം അല്ലെ, പഠിക്കാത്ത ആൾക്കാരെ മാത്രം ഇപ്പുറത്തേക്ക് ഇടും കേട്ടോ. ഓർത്ത് നോക്കാം. അത് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പുള്ളിയായിട്ട് ഞാൻ ഭയങ്കര കണക്ഷനാണ്. വേണേ ഞാൻ വല്ലതും പറയാണ്ടെങ്കിൽ പറഞ്ഞേക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. മണ്ടേ പോകണല്ലോ, ക്ലാസ്സിൽ പോകണല്ലോ. ആ മണ്ടേ വെക്കാം കേട്ടോ. മണ്ടേ എന്താണ് അന്ന്? എന്ത് ഹോളിഡേ? എന്തിന്റെ? അല്ല, അപ്പൊ ഹിന്ദു ആയിട്ടുള്ളവർക്ക് ടെമ്പിളിലൊക്കെ പോകേണ്ടി വരില്ലേ? നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും ഈ മന്തിനുള്ളിൽ പഠിച്ചു തീർക്കണം കേട്ടോ. സെപ്റ്റംബറിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇത്രയും ദിവസം അല്ലെ വലിയ കുഴപ്പമില്ലാതൊക്കെയല്ലേ പോയെ. ഇനിയിപ്പോ അതിനെ ടൈറ്റ് ചെയ്യും, അതാ പറഞ്ഞ കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് എഴുതിയോ? നെക്സ്റ്റ് ചോദിച്ചോ മോനെ. ആക്സിയൽ ബോണ്ട് പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു അല്ല പറഞ്ഞുതരാം കേട്ടോ. ഓർത്ത് നോക്കാം. അത് ഇതിൽ വരുന്നില്ല ആക്സിയൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇത് ട്രയഗണൽ പ്ലാനർ. ആ വേർഡ് ശ്രദ്ധിച്ചേ, ട്രയഗണൽ പ്ലാനർ. ഒരു ട്രയാങ്കിൾ ഒരു പ്ലെയിനിൽ വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രയഗണൽ പ്ലാനർ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷേപ്പ് ടെട്രാഹിഡ്രൽ. ടെട്രാഹിഡ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൽ കാണേണ്ടത് എങ്ങനെ? എന്താ? പിരമിഡൽ ബേസ്. എങ്ങനെയാ? ട്രയാങ്കിൾ ബേസ് ഉള്ള ഒരു പിരമിഡ് മോൻ 3D കാണണം അല്ലെ. ആ ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡിന്റെ നടുവിൽ കറക്റ്റ് മിഡിൽ ആര് നിൽക്കുകയാണ്? ഒരു ആറ്റം അല്ലെ, കാർബൺ നിൽക്കുകയാണ്. എത്ര കോർണേഴ്സ് ഉണ്ട്? 4 കോർണേഴ്സ് അല്ലെ. ആ 4 കോർണേഴ്സിലും എന്ത് വരുന്നുണ്ട്? ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. ആ 4 കോർണേഴ്സിലും ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രയഗണൽ ടെട്രാഹെഡ്രൽ. ഇനി അടുത്ത വരുന്നതാണ് ട്രയഗണൽ ബൈപിരമിഡ്. അതിലാണ് ആക്സിയലും ഇക്വിറ്റോറിയലും വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഒരു ബുക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് കരുതാം. അപ്പൊ എന്ത് കിട്ടും? ട്രയാങ്കിൾ കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ 2 ഫേസ് കാണാം. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോർമലി എന്താണ്? ട്രയാങ്കിൾ ബേസ് കിട്ടി അല്ലെ. ഓർത്ത് വെക്കാം. ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു ബോണ്ട് വരും. മനസ്സിലായി? ഇവിടെ നിന്ന് കറക്റ്റ് മിഡിലേക്ക് വരും. ആ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ. എന്തുകൊണ്ട് ആക്സിയൽ? ഇവിടെ ഒന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ അല്ലെ. ഈ മിഡിൽ അല്ലെ, ഇവിടെ 2 പിരമിഡ് ഉണ്ട് ആക്ച്വലി. ആ മിഡിലുള്ള ബോണ്ടിനെ എന്ത് വിളിച്ചു? ഇക്വിറ്റോറിയൽ. എർത്തിന്റെ ഒക്കെ നമുക്കറിയാം അല്ലെ, മിഡിൽ റീജിയനെയാണ് നമ്മൾ ഇക്വിറ്റോറിയൽ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇവിടെ ഇത് കണ്ടോ, ഈ 1 2 3 ഈ 3 സ്ഥലം എന്താണ്? ഇക്വിറ്റോറിയൽ ബോണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഒരെണ്ണം വരും, ഇവിടെ നിന്ന് ഒരെണ്ണം വരും, ഇവിടെ നിന്ന് ഒരെണ്ണം വരും. 3 ഇക്വിറ്റോറിയൽ ബോണ്ട്. ഇവിടെ നോക്കിയ പെർപെൻഡിക്കുലർ മുകളിലേക്ക് 3D ആലോചിക്കണം കേട്ടോ. അത് തന്നെ മുകളിലേക്ക് വരികയാണ് അല്ലെ. ഓർത്ത് നോക്കാം. എന്തെങ്കിലും ഇമാജിൻ ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ മുകളിലേക്ക് വരുന്ന ബോണ്ടിനെ എന്ത് വിളിക്കും? ആക്സിയൽ ബോണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ആക്സിയൽ ബോണ്ട് അതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ഓർത്ത് നോക്കാം. അപ്പൊ എല്ലാത്തിനും വരുമോ? ഇല്ല. ഏതിന് വരുള്ളൂ? 3D ആയിട്ടുള്ളത് അല്ലെ. പ്ലാനർ ആയിട്ടുള്ള ഒന്നിനും വരില്ല. പ്ലാനർ എന്ന് പറഞ്ഞാൽ ഒരേ ഷേപ്പ് എന്നാണ് ആക്ച്വലി വരിക കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ട്രയഗണൽ പ്ലാനർ. ഇനി അടുത്തത് NH3 ആണ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെച്ചേ, NH3. നെക്സ്റ്റ് ഹെഡിങ് NH3. NH3 എന്ന് പറയുന്ന സമയത്ത് അതില് കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ നൈട്രജൻ ആറ്റമിക് നമ്പർ എത്രയാ? പറയും 7. ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 എന്ന് പറയുമ്പോ 2,5. 5 ഇലക്ട്രോൺസ് ഇതുപോലെ വരച്ചു നോക്കണം. 1 2 3 4 5 ഉണ്ടോ? ഓർത്ത് നോക്കാം. 5. ഇനി എന്ത് ചെയ്യണം പറഞ്ഞേ? നേരത്തെ ചെയ്ത സ്റ്റെപ്പ് നോക്കിയേ. ആരൊക്കെയായിട്ടാ പേര് ചെയ്യണ്ടേ? ഹൈഡ്രജൻ ആയിട്ട് അല്ലെ. എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ അല്ലെ? 3 ഹൈഡ്രജൻ ഉണ്ട്. ഓർത്ത് നോക്കുക. സിംഗിൾ ബോണ്ട് ആണ്. ഹൈഡ്രജൻ എപ്പോഴും സിംഗിൾ ബോണ്ട് ആണ് വരിക. അപ്പൊ ഇവിടെ ഈ ഇതിനെ നമ്മൾ എന്ത് പറയും? 1 ലോൺ പെയർ കേട്ടോ. ഓർത്ത് നോക്കാം. 1 ലോൺ പെയർ. ഇങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഒന്നും ടെക്സ്റ്റ് ബുക്കിലില്ല. ഒന്നും കൂടി എടുത്ത് പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, കാണാതെ പഠിച്ചു വന്നാ കേട്ടോ. അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് ഇതല്ലാതെ ഈ ടെക്സ്റ്റ് ബുക്കിൽ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുക വരും. അപ്പോ അതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പോ ഓർത്ത് വെക്കുക. എത്ര ലോൺ പെയർ ഉണ്ട് ഇപ്പോ? 1 ലോൺ പെയർ അല്ലെ. 1 ലോൺ പെയർ കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആൾക്കാരോട് ചോദിക്കും കേട്ടോ. ഓരോ റോയിലും ചോദിക്കും
1 ലോൺ പെയർ 3 ബോണ്ട് പെയർ. ടോട്ടൽ എത്രയായി? 4 കേട്ടോ, ഓർത്ത് നോക്കാം. 4 വന്നാൽ എന്ത് ഷേപ്പിന്റെ പോലെ വരക്കണം? ടെട്രാഹെഡ്രൽ പോലെ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. നൈട്രജൻ വരച്ചു. ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരക്കാനാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? ഇങ്ങനെ വരക്കാനാ പറഞ്ഞത് കണ്ടോ. ഇവിടെ ഒരു ട്രയാങ്കിൾ ബേസ് ഉണ്ട്, മുകളിലേക്ക് കണക്ട് ചെയ്ത പിരമിഡ് ആണ് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ എന്താണ് ഇതിങ്ങനെ വരക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഒരു ലോൺ പെയർ കണ്ടോ, ഓർത്ത് നോക്കാം. 3 ബോണ്ട് പെയർ. ഇവിടെ എച്ച് കൊടുത്തു, ഇവിടെ എച്ച് കൊടുത്തു, ഇവിടെ എച്ച് കൊടുത്തു. ഇവിടെ ഇതിങ്ങനെ ഒരു ലോൺ പെയർ. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും, സാറേ ഈ ലോൺ പെയർ ഇവിടെ പിടിച്ചിട്ട് ഇതിന്റെ മുകളിൽ കൊടുക്കാറില്ലേ? അതിനിങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ കിട്ടും. മനസ്സിലായി? കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ, ഓർത്ത് നോക്കാം. അതിന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? താഴെ ട്രയാങ്കിൾ ബേസ്, മുകളിൽ പിരമിഡ് അല്ലെ, ആ രീതിയിൽ വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡിൽ ഒരു കോർണറിൽ എന്ത് വരും? ലോൺ പെയർ. പിന്നെ എങ്ങനെ ഷേപ്പ് നോക്കണം എന്നാ പറഞ്ഞേ? അടുത്ത മെത്തേഡ് എന്തായിരുന്നു ഷേപ്പ് നോക്കാൻ? ലോൺ പെയർ മാച്ചിട്ട് അത് വരച്ച് നോക്കാം അല്ലെ, പുറത്ത് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ലോൺ പെയർ മാച്ചു, എൻ ഇങ്ങനെ എച്ച് 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 പുറത്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് അവർ പറയുന്നത് കണ്ടോ, ഇതിങ്ങനെ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ബേസ് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പൊ അതിന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത് പിരമിഡിൽ നിന്നാണ്. എന്താ പറഞ്ഞേക്കുന്നത്? പിരമിഡ്, ട്രയാഗണൽ പിരമിഡ് എന്നാണ്. മറ്റേനെ എന്താ വിളിച്ചു? ടെട്രാഹെഡ്രൽ. അപ്പൊ രണ്ടും ഏകദേശം എന്ത് തന്നെയാ? സെയിം തന്നെയാണ് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇത് ജോയിൻ ചെയ്താലും കിട്ടും, പക്ഷെ ബോണ്ട് ആംഗിളിൽ വ്യത്യാസം വരും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇതിന്റെ പേര് പിരമിഡൽ എന്നാണ്. ട്രയാഗണൽ പിരമിഡ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്താ? ട്രയാഗണൽ പിരമിഡൽ കേട്ടോ, ഓർത്ത് നോക്കുക. രണ്ടും ഷേപ്പ് പോലെ വ്യത്യാസം ഉണ്ടോ? ഇല്ല, പക്ഷെ അവർ പറഞ്ഞേക്കുന്നത് എന്താ? ഇതാണ് കേട്ടോ. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് വേറെ ലോജിക് ഒന്നും കൊടുത്തല്ലോ, കാണാൻ പഠിച്ചോളാനാ പറഞ്ഞേക്കണേ. ഇത് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഒരു ഐഡിയ ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതല്ലാത്ത മോളിക്യൂൾസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരുന്നു ഇതിന്റെ പേര്? ട്രയാഗണൽ പിരമിഡൽ. ഏതാ? ബെൻഡ് കേട്ടോ, മറക്കല്ലേ. ബെൻഡ്, ട്രയാഗണൽ പിരമിഡൽ കേട്ടോ, ഓർത്ത് നോക്കുക. ട്രയാഗണൽ പിരമിഡ്. ഇനി ഇതിന്റെ ആംഗിൾ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ആംഗിള് ഇവിടേക്ക് വരുന്ന ആംഗിള് 107 ആണ് കേട്ടോ. ആംഗിൾ ഒന്ന് എഴുതി വെച്ചേ, 107. ആംഗിൾ എന്തായിരുന്നു? 107. 107. 107. ക്ലിയർ ആണോ? പുറത്തു നോക്കാം. 107. അപ്പൊ ഇവിടെ നോക്കിയേ, 1 ലോൺ പെയർ. എത്ര ബോണ്ട് പെയറാ? 3 ബോണ്ട് പെയർ. അത് എഴുതണം കേട്ടോ. 1 ലോൺ പെയർ ആൻഡ് 3 ബോണ്ട് പെയർ. ഒന്നല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കും കുറെ ആൾക്കാർ. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ കുറെ ആൾക്കാർ ഇത് വരും. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അതായിരിക്കും വരുന്നത്. ബൈ ഹാർട്ട് ചെയ്യുന്ന സെക്ഷൻ ആണ് 1 ലോൺ പെയർ ആൻഡ് 3 ബോണ്ട് പെയർ പിരമിഡ്. അങ്ങനെ ട്രയാഗണൽ പിരമിഡ് അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ അതിന് ലോജിക്ക് മനസ്സിലാക്കാം. പിരമിഡ് ഇങ്ങനെ വരച്ചിട്ട് അല്ലെ 4 വെച്ച് ഇത് വരയ്ക്കും. ലോൺ പെയർ മാച്ചാൽ നമുക്ക് ആ ഷേപ്പ് കിട്ടും കേട്ടോ. എന്നിട്ട് ലോജിക്ക് കൊണ്ടുവരുന്നതാണ്. അടുത്തത് H2O, വാട്ടർ ആണ് കേട്ടോ. H2O എഴുതി വെക്കാം. H2O. നെക്സ്റ്റ് ഹെഡിങ് H2O. H2O ലാസ്റ്റ് നിൽക്കുന്ന കേട്ടോ, ഓർത്ത് നോക്കാം. റോ, ലാസ്റ്റ് റോ ആയിട്ടുള്ള ആൾക്കാരാ പറയുന്ന ആ രണ്ടുപേര് കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ എല്ലാ ആൾക്കാരെ കൂടി ചോദിച്ചു വരാം. 2 ആൾക്കാരെ കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് പറഞ്ഞു തന്നെ H2O എന്ത് ചെയ്യണം ആദ്യം? ഏതാ? O ആണ് സെൻട്രൽ ആറ്റം ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഓയുടെ വാലൻസ് ഇലക്ട്രോൺ എത്ര എഴുതണം? എത്ര എഴുതും ശരിക്കും? ഓർമ്മ ഓക്സിജൻ ആറ്റമിക് നമ്പർ എത്രയായിരുന്നു? 8 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? 2,6 അല്ലെ. അപ്പൊ 6 അല്ലെ. നമ്മൾ എന്താ ചെയ്തതെന്ന് കണ്ടല്ലേ? 1 2 3 4 5 6. ഇനി എന്ത് ചെയ്യാം? H അല്ലെ, ഓർത്ത് നോക്കുക. H ആയിട്ട് ബോണ്ട് സിംഗിൾ ബോണ്ട് ആണ്. അടുത്ത H. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ് കേട്ടോ. അല്ലാത്ത കുറച്ച് ക്വസ്റ്റൻസിലേക്ക് നമ്മളിപ്പോ പോവാം. H. എത്ര ലോൺ പെയർ ഉണ്ട്? 1 2. അപ്പൊ എന്തായിരിക്കും എഴുതേണ്ടത്? 2 ലോൺ പെയർ ആൻഡ് 2 ബോണ്ട് പെയർ കേട്ടോ. BP എന്ന് പറഞ്ഞ ബോണ്ട് പെയർ ആണ് കേട്ടോ. അപ്പൊ ടോട്ടൽ എത്ര വന്നു? 4 വന്ന എങ്ങനെ വരക്കും നിങ്ങൾ? ടെട്രാഹെഡ്രലിനെ പോലെ അല്ലെ. ഇവിടെ എഴുതും ഓക്സിജൻ. എന്നിട്ട് നമ്മൾ ഇത് കണ്ടാൽ തന്നെ കണ്ടോ, ഞാൻ ഈ വരക്കുന്ന രീതി വന്നുണ്ടോ, ഇങ്ങനെ വരച്ചു. 2 ബോണ്ട് പെയർ 2 ഹൈഡ്രജൻ കേട്ടോ. 2 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 ബോണ്ട് പെയർ ചോദിച്ചു.
ഓൺലൈനാണോ ചോദിച്ചത്? ആ കാണാം. ആണോ? അയ്യോ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ചോദിച്ചോട്ടോ. ആണോ? എന്താ ബ്ലെയർ ആയിട്ടാണ് എന്താ ഇരിക്കുന്നത്? ക്രിസ്റ്റിന് കാണാൻ പറ്റുന്നുണ്ടോ മോനെ? ആണോ? എന്ത് പറ്റി മോനെ? ഒട്ടും കാണുന്നില്ലേ? ആണോ? പക്ഷേ ഇവിടെയും എനിക്കും നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇതിൽ കാണുന്നില്ല, ഉണ്ടോ ചോദിച്ചേ. ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കയറി നോക്ക് കേട്ടാ. നെറ്റ്വർക്കിന്റെ വല്ല ഇഷ്യൂ ആയിരിക്കും കേട്ടാ. കേട്ടോ, ഒന്നും കൂടി ഒന്ന് കയറി നോക്കുക കേട്ടോ, ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പോ 2 ലോൺ പെയർ ആ ചോദിച്ചോ. 2 ബോണ്ട് പെയർ മനസ്സിലായോ ചോദിച്ചു? എച്ച് 2 എച്ച് ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യും? എച്ച് അടുത്തടുത്ത് കൊടുക്കുക അല്ലെ, എവിടെയെങ്കിലും അടുത്തടുത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 3D ആലോചിക്കുമ്പോൾ അറിയാലോ, 3D മനസ്സിലായത് ഇങ്ങനെ ഇരിക്കും, മനസ്സിലായ ബേസ്. അപ്പൊ ഇങ്ങനെ മറച്ചാലൊക്കെ സെയിം ആയിട്ട് വരും. അപ്പൊ എച്ച് ഇവിടെ എച്ച് കൊടുത്തു. ഇനി ഇവിടെ എന്ത് കൊടുക്കാം നമുക്ക്? ലോൺ പെയർ. ഇവിടെ എന്ത് കൊടുക്കാം? ലോൺ പെയർ. ലോൺ പെയർ മാച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഷേപ്പ്? ശരി, എന്തായിരിക്കും? ബെൻഡ്. കേട്ടോ, ഓർത്തോ. കണ്ടോ, ലോൺ പെയർ ഇല്ലെങ്കിൽ ബെൻഡ്. കേട്ടോ, ഓർത്തോ. 107 ആയിരിക്കൂല. കാരണം എന്താ, ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? 2 ലോൺ പെയർ ഉണ്ട്. അപ്പൊ പറഞ്ഞു ശരിയാ, 104.5. കണ്ടോ, ഓർത്തോ. ഇത് കാണാൻ പഠിക്കേണ്ടി വരും, ആണ് പ്രശ്നം. മനസ്സിലായി? ഓർത്തോ. കാരണം എന്താ, എന്തുകൊണ്ടാ നേരത്തെ ആവാഞ്ഞ ബെൻഡ്? ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? 2 ലോൺ പെയർ. എന്തുകൊണ്ടാ ലോൺ പെയർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസ്റ്റേഷനിലെ ലാസ്റ്റ് പോയിന്റ് വായിച്ചേ. പോസ്റ്റേഷനിലെ ലാസ്റ്റ് പോയിന്റ് ലോൺ പെയർ റിപ്പൽഷൻ. LP ഗ്രേറ്റർ ദാൻ LP ഗ്രേറ്റർ ദാൻ BP. കണ്ടോ, ഓർത്ത് നോക്കാം. LP കണ്ടോ, ലോൺ പെയർ കൂടുതൽ എന്ത് ചെയ്യും? അതിനെ റിപ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ താഴേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ അമർത്തും അല്ലെ. അപ്പൊ എന്ത് പറ്റും? ബോണ്ടാങ്കിൾ എന്ത് ചെയ്യും? കുറയും. അപ്പൊ LP കണ്ടോ, ഗ്രേറ്റർ ദാൻ BP ഗ്രേറ്റർ ദാൻ എന്താണ് അല്ലെ? ഓർത്ത് നോക്കാം. LP ഗ്രേറ്റർ ദാൻ BP കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ടാണ് ബോണ്ടാങ്കിൾ ഈ ഇത് വരുന്നത് കേട്ടോ. ഇപ്പൊ പേരെഴുതണം. എന്താണ് പേര്? ബെൻഡ്. കേട്ടോ, ഓർത്ത് നോക്കാം. ബെൻഡ് എഴുതിയോ? ബെൻഡ്. നെക്സ്റ്റ് അടുത്തത് SF4. നെക്സ്റ്റ് SF4 കേട്ടോ. നിങ്ങൾ രണ്ടുപേരും പറയണം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും. അത് കഴിഞ്ഞ് എടുത്തത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. SF4 കേട്ടോ. ഇത് എഴുതിയോ എല്ലാവരും? കേട്ടോ, ഇതിന്റെ ഷേപ്പ് എന്തായിരുന്നു? ബെൻഡ്. ക്രിസ്ത്യ അടുത്ത ഒരു സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടി പറയണം കേട്ടോ. ഓർത്ത് നോക്കാം. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോ അതൊന്ന് കൊണ്ടുവന്നെ. അടുത്ത SF4. F സിംഗിൾ ബോണ്ടാ. എന്തുകൊണ്ടാ? ഫ്ലൂറിന് അല്ലെ 1 കിട്ടിക്കഴിഞ്ഞാൽ അത് 8 ആവും അല്ലെ? ഓർത്ത് നോക്കാം. SF4 ഒന്ന് പറഞ്ഞേ, എങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞേ. ഫസ്റ്റ് എന്ത് ചെയ്യണം? സെൻട്രൽ ആറ്റം S അല്ലേ? എത്ര എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 6 അല്ലെ? അറ്റോമിക് നമ്പർ 16 ആണ്. 2,8,6. അപ്പോ വാലൻസ് ഇലക്ട്രോൺ എത്ര എഴുതും? 6. ഇതുപോലെ ക്ലിയർ ആയിട്ട് വാലൻസ് ഇലക്ട്രോൺ ഒക്കെ എഴുതാൻ നോക്കുക. 6 എഴുതി. ഇനി നോക്കുക ഫ്ലൂറിൻ. എത്ര ഫ്ലൂറിൻ വന്നിട്ടുണ്ട്? അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ല എഴുതണേ. എത്ര F വരക്കണം? 4 F പെയർ ചെയ്തു അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ ഇതിനെന്താ വിളിക്കുന്നത്? ബോണ്ട് പെയർ. കണ്ടോ, ഓരോ ഫ്ലൂറിനായിട്ട് ബോണ്ട് പെയർ വന്നു. ഇനി എന്ത് പറ്റും? 1 ലോൺ പെയർ അല്ലെ? എത്ര ബോണ്ട് പെയർ പറയും? നിങ്ങൾ പറഞ്ഞോ. അല്ലെ? ഓർത്ത് നോക്കാം. അമൻ ശരിയാണോ? 4 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ. അപ്പൊ എത്ര വരും? 5 വരും അല്ലെ? 5 എന്ത് വരും? ട്രയഗണൽ ബൈപിരമിഡ്. എന്തായിരുന്നു? ട്രയഗണൽ ബൈപിരമിഡ്. ഓക്കെ ആണോ അല്ലെ? അപ്പൊ ട്രയഗണൽ ബൈപിരമിഡ് വരക്കാം.
ഇതുണ്ടോ ഒരു ട്രയാങ്കിൾ ഉണ്ടോ? ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക ആരെ പോലെയാണ്? ഇതുണ്ടോ ഈ ഒരു ഫേസ് ആണ്. ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരച്ചേക്കുക. പക്ഷെ ഈ ബുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ കിട്ടത്തില്ലേ? ആ ട്രയാങ്കിളിനെ പോലെ ആലോചിക്കണം. കണ്ടോ അത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഓർത്തു വെക്കുക. എന്നിട്ട് അതിന് മുകളിലേക്കാണ് ആംഗിൾ വരക്കുന്നത് കേട്ടോ, ഓർത്തു വെക്കുക. അപ്പോ ട്രയാങ്കിൾ ബേസ് കണ്ടോ, ഓർത്തു വെക്കുക. മിഡിൽ ആര് വരക്കും? പറയും എസ് കണ്ടോ, ഓർത്തു വെക്കുക. ഇനി ഇതേ താഴേക്ക് ഇത് ഇങ്ങനെ ഒരെണ്ണം കൊടുത്തു, ഇങ്ങനെ വരച്ചു. ആദ്യം ഇതുപോലെ ഇങ്ങനെ വരച്ചു വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു റൂൾ ഉണ്ട്. ആ റൂള് നോട്ട് എന്ന് പറഞ്ഞൊന്ന് എഴുതി വെച്ച് സ്റ്റാർ ഇട്ട് ബോക്സിലാക്കി എഴുതി വെക്കണം കേട്ടോ. ഇതിന് മാത്രം വന്ന 5 വന്നാൽ ഓർത്തു വെക്കുക ഇൻ കേസ് കേട്ടോ എന്ന് എഴുതി വെക്കുക ബോക്സിൽ. ഇൻ കേസ് ഓഫ് 5 ലോൺ പെയർ ആൻഡ് ബോൺ പെയർ 5 ലോൺ പെയർ ആൻഡ് ബോൺ പെയർ എന്ന് പറഞ്ഞാൽ ഓർ കേട്ടോ, ഇങ്ങനെ എഴുതി വെച്ചോ. 5 LP ആൻഡ് BP ഒരുമിച്ച് ടുഗദർ കേട്ടോ. 5 LP ആൻഡ് BP ഇങ്ങനെ എഴുതിയാൽ മതി. 5 LP പ്ലസ് BP 5 വന്നാൽ കേട്ടോ, ഓർത്ത് നോക്കുക. LP പ്ലസ് BP 5 കേട്ടോ. ഇൻ കേസ് ഓഫ് 5 LP പ്ലസ് BP ലോൺ പെയർ placed in a equatorial position. ഇക്വറ്റോറിയൽ മാത്രം കൊടുക്കാവൂ. ലോൺ പെയർ പ്ലേസ്ഡ് ഇൻ ഏത് പൊസിഷനാ പറയേ? ഇക്വറ്റോറിയൽ കേട്ടോ. അടുത്തതിൽ നേരെ തിരിച്ചാ, മനസ്സിലായി? ഓർത്ത് നോക്കാം. അടുത്തതിൽ ആക്സിയലാണ് S6 വരുമ്പോൾ. ഇത് മാത്രം നോക്കിയാൽ മതി. ഇനി നോക്കാം നമുക്ക്. ഇവിടെ 4 ബോൺ പെയർ ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കുക. ഒരു ലോൺ പെയർ ഉണ്ട്. ആ ഒരു ലോൺ പെയർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ആക്ച്വലി ഒരു ലോൺ പെയർ ഇവിടെ കൊടുത്തു. ഇനി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്താ? എഫ് ഇങ്ങനെ വരച്ചു. ഒരു ലോൺ പെയർ ഇവിടെ കൊടുത്താലും ഇങ്ങനെ 3D തിരിക്കുമ്പോൾ സെയിം അല്ലേ? 3D ആലോചിക്കുക കേട്ടോ, ഓർത്ത് നോക്കാം കേട്ടോ. ചില ആൾക്കാർ കയറും സാറേ ഇവിടെ കൊടുക്കാൻ പറ്റും, ഇവിടെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല, ഇവിടെ കൊടുക്കാം. പക്ഷെ ഇവിടെ പറ്റുമോ? വൈ അത് ആക്സിയലാണ് അല്ലെ, ഓർത്ത് നോക്കുക. എവിടെ മാത്രം കൊടുക്കാവൂ ലോൺ പെയർ? ഇക്വറ്റോറിയൽ. ഈ റൂൾ ഒന്ന് ഫോളോ ചെയ്യാം. ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും? അവര് ഈ ഷേപ്പ് ഒക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ ഇതേ നോക്കിയേ, ഇതിങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ കേട്ടോ, ഓർത്ത് നോക്കുക. ചെറുപ്പത്തിലുള്ള സാധനമാണ്. ഇയാൾ ഇവിടെ കയറിയിരിക്കും കണ്ടോ, ഓർത്ത് നോക്കാം. ഉണ്ടോ ഇവിടെ ഒരാളും കയറിയിരിക്കും കണ്ടോ, ഓർത്ത് നോക്കാം. ഇതിനെന്താ വിളിക്കുക? സീസോ. ഷേപ്പിന്റെ പേര് അവർ സീസോ എന്നാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേറെ പേരിടായിരുന്നു, പക്ഷെ ആ സയന്റിസ്റ്റ് ആ പേര് ഇട്ടേക്കണേ. അപ്പൊ അതുകൊണ്ട് വേറെ രക്ഷയില കാണാതെ പഠിക്കേണ്ടി വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഈ ഷേപ്പ് ഇതിങ്ങനെ മാച്ച് കളഞ്ഞ ഇങ്ങനെ ഇരിക്കും അല്ലെ, ഇങ്ങനെ മാച്ച് കളഞ്ഞത് ഇങ്ങനെയല്ലേ ഇരിക്കണേ കണ്ടോ. ഈ ഷേപ്പ് അവര് ഏകദേശം റിലേറ്റ് ചെയ്യുന്നത് സീസോ ആയിട്ടാണ്. സീസോ ഷേപ്പ് എന്നാണ് പറയാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഓർത്ത് നോക്ക്, ഇതാണ് കേട്ടോ പിന്നെ വരുന്നത് കണ്ടോ. ലോൺ പെയർ മാച്ച് എങ്ങനെ ഇരിക്കും കണ്ടോ, ഓർത്ത് നോക്കാം. സീസോ എഴുതി വെക്കുക കേട്ടോ. ഷേപ്പിന്റെ പേര് സീസോ. SEE സ്പേസ് SAW സീസോ ഷേപ്പ്. അടുത്ത എക്സാമ്പിൾ CLF3. നെക്സ്റ്റ് എക്സാമ്പിൾ. ഇതിന് ആംഗിൾ പഠിക്കണ്ട കേട്ടോ, ഓർത്ത് നോക്കാം. ആംഗിൾ എത്രയേ വരുള്ളൂ? നേരത്തെ നോക്കിയത് പോലെ ഇത് മുകളിലൊക്കെ ഒന്നാമതായിരിക്കും 90. അതിന് വ്യത്യാസമൊന്നും വരില്ല. ഈ ആംഗിളിൽ എന്ത് വരും? ചെറിയൊരു വേരിയേഷൻ വരും അല്ലെ. എന്നാൽ പോലും എത്ര തന്നെ ഉണ്ടാവും? നിയർ ബൈ 120 ഡിഗ്രി ആണ്. ഇതിന്റെ ആംഗിൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ. അപ്പോ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കണം? ട്രയാങ്കിൾ പ്ലാനർ അല്ലേ, ഒരു ചെറിയൊരു പെൻഡ് വന്നു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചില്ലേ? 1 ആ ഒരു വേരിയേഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ. അപ്പോ ഓർത്ത് വെക്കാം. അടുത്ത് CLF3. നെക്സ്റ്റ് CLF3 കേട്ടോ. CLF3 നെക്സ്റ്റ്. നെക്സ്റ്റ് വരുന്നത് CLF3 ക്ലോറിൻ. ശ്രദ്ധിക്കുക, ക്ലോറിൻ കേട്ടോ, നിങ്ങൾ പറയണം കേട്ടോ. ക്ലോറിൻ ആറ്റമിക് നമ്പർ 17 ആണ്. 7 ആണ് വരുന്നത്. 2,8,7. അതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. 17 ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ചോദിച്ചോ മോനെ.
17.5 അല്ല 35.5, അത് മാസ് നമ്പർ കേട്ടാ. അർത്ഥം ആറ്റമിക് നമ്പർ പോയിന്റിൽ വരുമോ? ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം, കുഴപ്പമില്ല. 35.5 ആണ് മാസ് നമ്പർ കേട്ടോ, 17 ആണ് ആറ്റമിക് നമ്പർ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ 2,8,7 വരും കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാല് വാലൻസ് ഇലക്ട്രോൺ എങ്ങനെ എഴുതും? 1 2 3 4 5 6 7 അല്ലെ, ഓർത്ത് നോക്കാം. ഇങ്ങനെ ഇലക്ട്രോൺസ് ഒക്കെ എഴുതി. എത്ര ഫ്ലൂറിനാ വന്നേക്കുന്നേ? ഇനി എന്ത് ചെയ്യും? മെത്തേഡ് പഠിക്കാൻ നോക്കട്ടോ. ഓരോന്ന് എഴുതുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം പറയുന്നതിന് വേണ്ടി കേട്ടോ. ഇനി എന്ത് ചെയ്യും? പറയും, നിങ്ങൾ പറ. പെയർ ചെയ്യണം. എത്ര എണ്ണം വരും? 3 1 2 പിന്നെന്ത് വരും? 3 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ. ഇങ്ങനെ എഴുതണം കേട്ടോ നിങ്ങള് കേട്ടോ. ഇതുപോലെ തന്നെ എഴുതണം, കാരണം ഇങ്ങനത്തെ ഒരു സാധനം ടെക്സ്റ്റ് ബുക്കിലല്ലോ. ചോദിച്ചു അല്ലോ, വേറെ ഷേപ്പ് വരും കേട്ടാ. അവര് കണ്ടെത്താൻ നോക്കി അല്ലേ? വെരി ഗുഡ് കേട്ടോ, ഓർത്ത്. അങ്ങനെ ട്രൈ ചെയ്തു കേട്ടാ. ഓരോരുത്തർ തനിയൊക്കെ ഒന്ന് വരച്ചൊക്കെ നോക്കണം കേട്ടോ, അവര് പറയുമ്പോൾ കേട്ടോ, ഓർത്ത് നോക്കാം. ആ ഷേപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കുന്നത്. അപ്പോ 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ, ടോട്ടൽ എത്രയായി? 5. നേരത്തെ പോലെ വരും. എന്നിട്ട് ആ ലോൺ പെയർ മാച്ചാൻ എന്ത് കിട്ടും അത് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് കേട്ടോ, ഓർത്തോക്കെ. 5 വന്നാൽ എന്ത് വരക്കണം? ട്രയഗണൽ ബൈപിരമിഡ് കേട്ടോ. 5 വന്ന ട്രയഗണൽ ബൈപിരമിഡ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചേക്കുന്നത് 1 ലീനിയർ, അത് 2 എണ്ണം വന്നു കഴിഞ്ഞാൽ 2 ബോണ്ട് പെയർ വന്ന ലീനിയർ കേട്ടോ. അത് കഴിഞ്ഞാൽ 3 വന്ന ട്രയഗണൽ പ്ലാനർ, അതാണ് ഈ പറയിപ്പിക്കണേ കേട്ടോ. ട്രയഗണൽ പ്ലാനർ. 4 വന്ന ടെട്രാഹെഡ്രൽ, 5 വന്ന ട്രയഗണൽ ബൈപിരമിഡ്, 6 വന്ന ഒക്ടാഹെഡ്രൽ കേട്ടോ, ഓർത്ത് നോക്കാം. അതിൽ ഓൺലൈനിൽ ഒഴിച്ച് ബാക്കി ആൾക്കാരൊക്കെ എല്ലാവരും കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത്. ഇൻഡിവിജ്വലി പറയിപ്പിച്ചു കേട്ടോ. അപ്പോ നിങ്ങൾ ഓർത്ത് നോക്കണം. അടുത്ത ഇത് ഈ എക്സാമ്പിൾ കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ പറയണ്ടേ കേട്ടോ. ക്രിസ് മറ്റേ ആള് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല, അപ്പൊ വീഡിയോ ഇത് കഴിയുമ്പോൾ ഒന്ന് കാണണം കേട്ടോ, എന്നാലേ അതിന്റെ കണക്ഷൻ കിട്ടത്തുള്ളൂ. എന്നിട്ട് ഒന്നുകൂടി ആലോചിക്കണം, ഇന്ന് തന്നെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ മറന്നുപോകും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. 5 വരക്കുമ്പോൾ ഞാൻ നേരത്തെ വരച്ച അതേ കഥയാണ് ഞാൻ വരക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതേ. ഇനി എന്ത് ചെയ്യും? മുകളിലേക്ക് ഇങ്ങനെ വരച്ചു. മിഡിൽ ആരെ കൊടുക്കും? ക്ലോറിൻ കണ്ടോ. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോൺ പെയർ എവിടെ വരക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റോറിയലാണോ എക്സിലാണോ? ഇക്വിറ്റോറിയൽ അല്ലെ. അപ്പോ ലോൺ പെയർ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 2 ലോൺ പെയർ ഉണ്ട് അല്ലെ. 2 ലോൺ പെയർ. ഒരു ലോൺ പെയർ ഇവിടെ കൊടുത്തു, ഒരു ലോൺ പെയർ ഇവിടെ കൊടുത്തു. ലോൺ പെയർ 2 ഇലക്ട്രോൺസ് വെച്ച് കൊടുത്തു. ഇനി ബോണ്ട് പെയർ കൊടുക്കാം. എവിടെയാണ് എഫ്? ഇവിടെയാണ് എഫ്, ഇവിടെയാണ് എഫ്. അപ്പൊ ഷേപ്പ് എങ്ങനെയിരിക്കും? ഈ ലോൺ പെയർ ഇല്ലെങ്കിൽ ഷേപ്പ് എങ്ങനെയിരിക്കും? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കൂലേ? ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലെറ്ററിനോട് സാമ്യം ഉണ്ടോ നോക്കാം. എന്തായിരിക്കും? ടി കേട്ടോ, ടി ഷേപ്പ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് ടി ഷേപ്പ് കേട്ടോ, ഓർത്തോക്കെ. ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിച്ചിടണം കേട്ടോ. ടി ഷേപ്പ്, അതാണ് അവര് പറഞ്ഞേക്കുന്നത്, ടി ഷേപ്പ്. അപ്പൊ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ലോൺ പെയർ മാച്ചിട്ട് ആ ഷേപ്പ് പറയാം, ടി ഷേപ്പ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉള്ളൂ, ഒന്നല്ലെങ്കിൽ ഇതിൽ കാണാതെ പഠിക്കേണ്ടി വരും. എങ്ങനെയാ? 2 ലോൺ പെയർ 3 ബോണ്ട് പെയർ ടി ഷേപ്പ്. നേരത്തെ എന്തായിരുന്നു വേണ്ടതെന്ന് ഓർമ്മയുണ്ടോ? നേരത്തെ വന്നത് 4 ബോണ്ട് പെയർ 1 ലോൺ പെയർ എത്രയായിരുന്നു? സീസോ. അങ്ങനെ പഠിക്കേണ്ടി വരും. പക്ഷെ പുതിയ കോമ്പൗണ്ട് വരുമെങ്കിൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും അങ്ങനെ പഠിച്ചു വരുമ്പോ. അപ്പോ ഒന്നല്ലെങ്കിൽ അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഈ ലോജിക്ക് നമ്മളിങ്ങനെ പറയുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ ആണോ? എഴുതിയോ? ടി 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 എന്ന് പറഞ്ഞ എന്താ? ചായ അല്ല, ലെറ്റർ ടി കേട്ടോ, ഓർത്ത് നോക്കാം. ടി ഷേപ്പ് കേട്ടോ, ഓർത്ത് നോക്കാം. ക്രിസ്സേ മോനെ അടുത്ത എക്സാമ്പിൾ വേണമെന്ന് പറയണോ കേട്ടോ, ഓർത്ത് നോക്കാം. പഠിച്ചോ. BRFI നെക്സ്റ്റ് ഹെഡിങ് ആണ് BRFI. ബ്രോമിൻ കേട്ടോ, BR ബ്രോമിൻ ആണ്. BRFI. ബ്രോമിൻ എന്ന് പറഞ്ഞാൽ ഏത് ഫാമിലി ആണെന്ന് ആലോചിക്കുമ്പോൾ ഏത് ഫാമിലിയാ? 17th ഗ്രൂപ്പ് ആണ്. അതിന്റെ ആറ്റമിക് നമ്പർ ഒന്നും നോക്കണ്ട. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അവർക്കെല്ലാം വാലൻസ് ഇലക്ട്രോൺ എന്തായിരിക്കും? വാലൻസ് ഇലക്ട്രോൺ എന്തായിരിക്കും? സെയിം. വാലൻസ് ഇലക്ട്രോൺ എന്തായിരിക്കും? സെയിം. ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ശരിയാ പറഞ്ഞോ?
7 കണ്ടോ? ഓക്കെ, Br 7 ആണ്. അപ്പൊ ഞാൻ 7 ഇലക്ട്രോൺ എഴുതി. എല്ലാവരും എഴുതുക കേട്ടോ, 7 ഇലക്ട്രോൺ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചെക്ക് ചെയ്യും കേട്ടോ. ചില ആൾക്കാർ ഇപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തനിയെ ലാസ്റ്റ് ആൻസറിലേക്കൊക്കെ എഴുതും. അങ്ങനെയല്ല, എനിക്ക് സ്റ്റെപ്പ് ആയിട്ട് തന്നെ കിട്ടണം ആൻസർ കേട്ടോ. ഓരോന്ന് എഴുതി തന്നെ കിട്ടണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ക്രിസ്തേ പറഞ്ഞ മോനെ. എഫ് കൊടുക്കണോ അല്ലെ? നോക്ക് എത്ര എഫ് ഉണ്ട് നോക്കിയേ. ഓക്കെ, ഇനി പറയൂ എത്ര ബോണ്ട് പെയർ, എത്ര ലോൺ പെയർ ക്രിസ്? 5 ബോണ്ട് പെയർ, 1 ലോൺ പെയർ. ടോട്ടൽ എത്രയായി? 6 വന്നാൽ എന്ത് ഷേപ്പ് വരക്കണം എന്നാ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു? ഒക്ടാഹെഡ്രൽ. കണ്ടോ? 6 വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ അങ്ങ് വരക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി. ഇത് കണ്ടോ? ഓർത്ത് വെക്ക. ഇവിടെ Br. ഞാൻ പറയാം കേട്ടോ, ഓർത്ത് വെക്ക. ഇനി ഇവിടെ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നേരത്തെ ഒരു ബോക്സ് വരച്ച പോലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് എഴുതി വെച്ചേ. ഇവിടെ ഒന്ന് വരച്ചു നോക്കിയേ. ഇൻ ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ എന്താ? 6. ഇൻ ഒക്ടാഹെഡ്രൽ ലോൺ പെയർ പ്ലേസ്ഡ് ഇൻ axial position. Lone pair placed in axial position. മറ്റേലെന്തായിരുന്നു? ഇക്വറ്റോറിയൽ. ഇതിലെന്താ? ആക്സിയൽ. കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഇത് കിട്ടിക്കോളും, തെറ്റൂല. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി പറഞ്ഞേ. ഇനി ക്രിസ് പറഞ്ഞു. നീ എന്ത് ചെയ്യും? അല്ലേ? ഓർത്ത് നോക്കാം. അത് കണ്ടോ? എഫ് അല്ലേ? ആദ്യം ആ ലോൺ പെയർ ഇവിടെ കൊടുക്കാം നമുക്ക്. ഇത് കണ്ടോ? ഇത് എന്താണ് ആക്ച്വലി ഇവിടെ മുകളിലും കൊടുക്കാം, താഴെ കൊടുക്കാം. ഞാനിപ്പോ താഴെ കൊടുത്തു എന്ന് കരുതാം. ഓക്കെ, അങ്ങനെ താഴെ കൊടുത്തു ലോൺ പെയർ. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം എന്ത് കൊടുക്കും? എഫ്. ഇനി ആ ലോൺ പെയർ മാച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും നോക്കിയേ. കണ്ടോ? ഓർത്ത് നോക്കാം അല്ലെ? ഇവിടെയല്ലേ എഫ് വന്നേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷേപ്പ് വരച്ചാൽ എന്ത് വരും? ഇവിടെ എഫ് ഉണ്ട്, ഇവിടെ എഫ്, ഇവിടെ എഫ്, ഇവിടെ എഫ്, ഇവിടെ എഫ്, ഇവിടെ Br അല്ലെ? എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? എന്ത് ഷേപ്പാ കിട്ടണേ? സ്ക്വയർ ബേസ് ഉള്ള പിരമിഡ്. അപ്പൊ അതിനെന്താ വിളിക്കുക? സ്ക്വയർ പിരമിഡൽ. കേട്ടോ, ഓർത്ത് നോക്കാം. സ്ക്വയർ പിരമിഡ്. കേട്ടോ, ഓർത്ത് നോക്കാം. സ്ക്വയർ ബേസ് ഉള്ള പിരമിഡ്. അപ്പൊ സ്ക്വയർ പിരമിഡ്. കേട്ടോ, ഓർത്ത് നോക്കാം. എങ്ങനെയാ ഷേപ്പ് എടുക്കുന്നത്? ലോൺ പെയർ നമ്മൾ എന്ത് ചെയ്യും അല്ലെ? അത് മാറ്റുക, എന്നിട്ട് വരച്ചു നോക്കുക. അപ്പൊ സ്ക്വയർ പിരമിഡ്, അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. 2 ഓപ്ഷനാണ്. കേട്ടോ, ഓർത്ത് നോക്കുക. സ്ക്വയർ പിരമിഡ്. ക്ലിയർ അല്ലേ? ഓർത്ത് നോക്കാം. ഇത് ഇത്രയും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. XCF4. അടുത്ത ക്വസ്റ്റൻ എഴുതി വെക്കുക. XCF4. കേട്ടോ, ഓർത്ത് നോക്കുക. ഫ്രണ്ടിൽ ഒരാളുള്ളൂ കേട്ടോ, ഒറ്റയ്ക്ക് പറയേണ്ടി വരും, വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. XCF4 കേട്ടോ. അടുത്താണ് XCF4. ഇത്രയും വേഗം എടുത്ത് എഴുതട്ടോ. ഇത് എഴുതിയില്ലേ എല്ലാവരും? എന്റെ ഒപ്പം എഴുതണല്ലേ? XCF4. ആരാ? സെവൻ ഫ്ലോറൈഡ്. XeF4. Xenon. വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? Xenon ഇലക്ട്രോൺ ഇല്ല അല്ലെ? ഓർത്ത് നോക്കുക. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എത്രയാണ്? അതാണ് വാലൻസ് ഇലക്ട്രോൺ 8 അല്ലെ? കാരണം എന്താ? നോബിൾ ഗ്യാസ് ഫാമിലിയാ. Xenon എന്ന് പറയുന്നത് എവിടെയാ? നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ 18th ഗ്രൂപ്പ് ആണ് അല്ലെ? ഓർത്ത് നോക്കുക. എവിടെയായിരുന്നു? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, Xenon അല്ലെ? റാഡോൺ. അതില് Xenon എന്ന് പറയുന്നത് റിയാക്റ്റീവ് ആണ്, ടൂറിനായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ Xenonന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഉണ്ടാവും? 18th ഗ്രൂപ്പ് വന്ന 8, 17th ഗ്രൂപ്പ് വന്ന 7, 16th ഗ്രൂപ്പ് വന്ന 6, 14th ഗ്രൂപ്പ് വന്ന 4, 13th ഗ്രൂപ്പ് വന്ന 3. ആ 1 എടുത്ത് കളഞ്ഞാൽ മതി, ഗ്രൂപ്പ് പഠിച്ചാൽ പോരെ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് കേട്ടോ, എളുപ്പമായിട്ട്. ഐഡിയ മനസ്സിലായല്ലേ? 13th ഗ്രൂപ്പ് 3, 14th ഗ്രൂപ്പ് വാലൻസ് ഇലക്ട്രോൺ 4, 16th 6. അങ്ങനെ പറയാൻ പറയണം കണ്ടോ. 16 ഗ്രൂപ്പ് ഏതാ? ഗ്രൂപ്പ് പഠിച്ചാൽ പോരെ. പിന്നെ 16th ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പറഞ്ഞേ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഉണ്ടോ? ഓർത്ത് നോക്കാം.
17th ഗ്രൂപ്പ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഹൈഡ്രജൻ. അങ്ങനെ പഠിക്കും അല്ലേ? ഓക്കെ, ഇനി പറയാം എന്ത് ചെയ്യണം പറഞ്ഞോ, പറയും. Fluorine ആ add ചെയ്യണം. ആ എന്ത് ചെയ്യും? ഒരെണ്ണം കൂടി. മതിയോ? ഇനി രണ്ടെണ്ണം. ഓക്കെ, ഇനി എന്ത് ചെയ്യും പറഞ്ഞോ? ഈ ലോൺ പേഴ്സ് ഏതൊക്കെയാണ്? ആ ഏതൊക്കെയാണ്? 2 ലോൺ പെയർ, 2 4 ബോണ്ട് പെയർ. ഇപ്പൊ ടോട്ടൽ എത്രയായി? 6. എന്ത് ചെയ്യണം ഞാൻ? 6 വന്ന എന്തായിരിക്കും പറഞ്ഞോ? ആ ഷേപ്പ് വരക്കണോ അല്ലേ? ഒക്ടാഹെഡ്രലിന്റെ ഷേപ്പ് നമുക്ക് വരക്കാം. XC. ഇനി എന്ത് ചെയ്യും? ഫ്ലൂറിന് ഇവിടെയാണോ കൊടുക്കണ്ടേ? ഇവിടെയാണോ? എവിടെയാ കൊടുക്കണ്ടേ? ഒന്ന് വായിച്ചു നോക്കിയ സ്റ്റേറ്റ്മെന്റ്, നോട്ട് വായിച്ചു. ഒന്ന് നോട്ട് വായിക്കും, നോട്ട് വായിക്കുക, എന്നിട്ട് വായിക്കും. വായിച്ചാൽ മതി, അത് വായിക്കുക, എഴുതിയത് വായിക്കും. നോട്ട് എഴുതിയത് വായിക്കും. ഇപ്പൊ ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? ലോൺ പെയർ എന്നാണ് പറഞ്ഞേക്കുന്നത്, വായിക്കും. ഇപ്പൊ എഴുതിയ നോട്ടല്ലേ? ഒരു ബോക്സിലൊക്കെ വരച്ചു നോക്കാൻ പറഞ്ഞ കാണില്ല, കണ്ട എഴുതിയില്ല അത്. എന്താ എഴുതിയേക്കണെന്ന് വായിക്കേ, എഴുതിയാന്ന് എനിക്കറിയാൻ വേണ്ടി കേട്ടാ. അത് എഴുതിയില്ല, കണ്ടോ? ഇതിന് തൊട്ടുമ്പോ എഴുതിയേക്കുന്ന നോട്ട് എന്താന്ന് വായിച്ചത് നിങ്ങള്? ഇൻ കേസ് ഓഫ് ഒക്ടാഹെഡ്രൽ, ഇൻ കേസ് ഓഫ് ഒക്ടാഹെഡ്രൽ ലോൺ പെയർ പ്ലേസ്ഡ് ഇൻ ആക്സിയൽ. അത് എഴുതിയോ? എഴുതിയൊന്ന് കാണിച്ചെന്ന്. അത് നല്ല ബോക്സിലാക്കി വെച്ച്, ഡബിൾ ബോക്സിലാക്കി വെച്ച് കാണണം കേട്ടോ. നിങ്ങൾ എഴുതിയേക്കുന്ന ആ നോട്ടൊക്കെ ഒന്ന് ബോക്സിലാക്കി വെച്ചേ കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോ നിങ്ങൾക്ക് ആ പേജ് എടുക്കുമ്പോ ആ പേജിൽ എക്സാമ്പിൾ ഒക്കെ ആയിരിക്കാം, ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വിട്ടുകളയും കേട്ടോ. ഓർത്ത് വെക്കാം. വെരി ഗുഡ്. സ്ക്വയർ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഇനി പറ, എവിടെയൊക്കെ വരക്കും ലോൺ പെയർ? അത്രേ ഉള്ളൂ കണ്ടോ, മുകളിലും താഴെയായിട്ട് അല്ലെ. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പിന്നീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ എഴുതുന്നത്. ഇനി എന്ത് ചെയ്യും ഉണ്ടോ? ലോൺ പെയർ മാച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലോൺ പെയർ മാച്ചാ സ്ക്വയർ പ്ലാനർ. ഒരു പ്ലെയിനിലാണത്. പ്ലാനർ എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ. നേരത്തെ ട്രയഗണൽ പ്ലാനർ, അതിന്റെ മീനിങ് എന്താ? ഒരു ട്രയാങ്കിൾ ആണ്, അത് ഒരു പ്ലെയിനിലാണ്, 2D അല്ല, 3D അല്ല, 2D ആണ് അതിന്റെ മീനിങ് കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു പ്ലെയിനിൽ തന്നെയാണ്, അതിന്റെ മീനിങ് അതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പോ സ്ക്വയർ പ്ലാനർ കേട്ടോ. ഓർത്ത് നോക്കാം. എഴുതിയോ? സ്ക്വയർ പ്ലാനർ എഴുതിയില്ല കണ്ടോ. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ഡൗട്ട് വരും കേട്ടോ. പേര് എഴുതണം കേട്ടോ. പല ആൾക്കാരും എനിക്ക് മനസ്സിലായി, ഇപ്പൊ എഴുതണില്ല, കുറച്ചാളും ഇത് എന്ത് സാധനം, ഇത് ഇങ്ങനെ മുകളിൽ ബലൂണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ മനസ്സിലാവണം, ഇത് ലോൺ പെയർ ആണെന്നൊക്കെ മനസ്സിലാവണം കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾ പരമാവധി എഴുതി വെക്കാൻ നോക്കാം. സ്ക്വയർ പ്ലാനർ എഴുതിയോ? ഞാൻ പറയാം കേട്ടോ. സ്ക്വയർ പ്ലാനർ. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന എല്ലാ എക്സാമ്പിളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഈ ടേബിളില് ഇവിടെ തന്നേക്കുന്ന ഈ ടേബിളിൽ വരുന്ന എല്ലാ എക്സാമ്പിളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് ചില സ്കൂളിൽ അല്ലെങ്കിൽ എൻട്രൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ലെവലും കൂടി ഒന്ന് കയറ്റി പിടിച്ചേക്കാം കേട്ടോ. ഓർത്ത് നോക്കുക. ഇതിന്റെ മാക്സിമം ലെവൽ ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്ന ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലെവലും കൂടി ക്ലിയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണമാവും. ഇത് +2 ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ പേജാണ്. +2 ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ പേജുകളാണ്. ഓർത്ത് നോക്കാം. അപ്പോ നല്ല ഭംഗിയിൽ ഇപ്പൊ നമ്മൾ വരച്ചേക്കുന്നത് തന്നെയാണ് ഈ എക്സാമ്പിൾസും. ഇതിനകത്ത് കുറെ എക്സാമ്പിൾസ് വേറെ ഉണ്ട്.
കേട്ടോ, ഓർത്ത് നോക്കാം. ഏതിന്നാ വരുന്ന ഇത്. ഇനി ഈ പോർഷൻ നിങ്ങൾക്ക് എടുക്കില്ല, ഇതുപോലത്തെ ഷേപ്പുകളൊക്കെ തനിയെ ചെയ്തേക്കണം. ഇതാണ് ഗെയിം എന്ന് പറഞ്ഞാൽ എന്തും ചോദിക്കുമാര്, മനസ്സിലായോ? അപ്പോ ഇത് കണ്ടോ, ഈ ഷേപ്പ് കണ്ടോ കേട്ടോ, ഓർത്ത് വെക്കാം. ഈ ഷേപ്പുകളൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇനി ഈ ഷേപ്പ് ഇവിടെ എത്തുന്ന സമയത്ത് ആരും ചോദിച്ചു കഴിഞ്ഞാലും പറയാം, അതൊക്കെ നിങ്ങൾ എവിടെ കഴിഞ്ഞു, 11th കഴിഞ്ഞു. ഇനി ഇതിന്റെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഏത് കോമ്പിനേഷനിൽ വന്നാലും. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലെവൽ ഒന്ന് കയറ്റി പഠിക്കും കേട്ടോ, ഓർത്ത് വെക്കാം. ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. XCOF4 XCOF4 കേട്ടോ, അതെ കണ്ടോ, ഇതാണ് ഇയാള് കണ്ടോ, XCOF4 എങ്ങനെ വരക്കും, അതിന്റെ ഷേപ്പ് എന്തായിരിക്കും കേട്ടോ, ഓർത്ത് വെക്കാം. XCOF4 കേട്ടോ. അപ്പൊ എനിക്ക് ഈ 11th ഇത് മാത്രം നിർത്തിയാൽ മതി. OF4 O എന്ന് പറഞ്ഞാൽ ആരാ, ഓക്സിജൻ. F എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ അല്ലെ. ആ അല്ല, എപ്പോഴും ആര് വരും, XC മാത്രം കേട്ടോ. ആ ഒരെണ്ണമായിട്ട് കൺസിഡർ ചെയ്യും ഉണ്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ വരും കേട്ടോ. കാരണം എന്താ, ഏറ്റവും കൂടുതൽ ലോൺ പെയർ ഉള്ള ആളാണ് ഇവിടെ എപ്പോഴും ഹോസ്റ്റ് ആയിട്ട് വരാം കേട്ടോ, ഓർത്ത് നോക്കാം. എത്ര ഇലക്ട്രോൺസ് വരക്കണം, XCക്ക് എത്ര എണ്ണം വരും, XCക്ക് എത്ര എണ്ണം വരും അല്ലെ, 8. ഡൗട്ട് ഉണ്ടോ XCക്ക്? എന്തുകൊണ്ടാ 8 വന്നേ? ഏത് ഗ്രൂപ്പായിരുന്നു അത്? 18th ഗ്രൂപ്പ്, നോബിൾ ഗ്യാസ് അല്ലെ. അവർക്ക് ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8. അവിടെ ഇരിക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ അല്ലെ. ഇനി എത്ര ഫ്ലൂറിൻ കൊടുക്കണം നമുക്ക്? 1. O ഡബിൾ ബോണ്ട് ആണ് അല്ലെ, ഓർത്ത് നോക്കാം. കണ്ടോ, O ഡബിൾ ബോണ്ട്. നേരത്തെ നമ്മൾ SO2 എഴുതിയപ്പോ കണ്ടതല്ലേ അല്ലെ, ഓർത്ത് നോക്കാം. ഒരു മോളിക്കൂൾ ആയിട്ട് വരുവാണെങ്കിൽ ഡബിൾ ബോണ്ട് ആയിട്ട് വരും. അപ്പൊ എത്ര ലോൺ പെയർ, എത്ര ബോണ്ട് പെയർ? 1 ലോൺ പെയർ, 1 ലോൺ പെയർ. ഇനി ശ്രദ്ധിക്കുക, 1 2 3 4 ഡബിൾ ബോണ്ട് ഇട്ടാ എന്താ പഠിപ്പിച്ചേക്കുന്നേ? ഡബിൾ ബോണ്ട് ഇട്ടാ സിംഗിൾ സൂപ്പർ പെയർ. എവിടെ നിന്ന് വന്നു ഇത്? ഡബിൾ ബോണ്ട് മൾട്ടിപ്പിൾ ബോണ്ട് റിഗാർഡഡ് അല്ലെങ്കിൽ കൺസിഡർ ആസ് ആനെ സിംഗിൾ സൂപ്പർ പെയർ. എവിടെയുണ്ട് എഴുതി വെച്ചേക്കുന്നത്? പോസ്റ്റുലേഷനില് സെക്കൻഡ് ലാസ്റ്റ് പോസ്റ്റുലേഷൻ. ലാസ്റ്റ് പോസ്റ്റുലേഷൻ എന്താ എഴുതിയ? LP. അതിന് മുമ്പത്തെ വേർഡ് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഡബിൾ ബോണ്ട് വന്നാൽ എന്തായിട്ട് എടുത്തേക്കണം? 1 കേട്ടോ. ഇത് 1, ഇത് 2 3 4 5 കേട്ടോ. അപ്പൊ എന്ത് വരും? 5 ബോണ്ട് പെയർ. അപ്പൊ എന്ത് വരും? 6 വന്നാൽ എന്തായിരിക്കും അല്ലെ? അതുപോലെ വരച്ചു വെക്കണം എന്നാ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലെ, ഓർത്ത് നോക്കാം. ഷേപ്പ് എന്തായിരിക്കും? XC. ഇങ്ങനെയാണ് ആദ്യം നമ്മൾ വരക്കുക അല്ലെ, ഓർത്ത് നോക്കാം. ഇനി നമുക്കറിയാം ലോൺ പെയർ വന്നാൽ അതെന്ത് വരക്കണം? ലോൺ പെയർ ആക്സിയലാണ്. ആക്സിയൽ എന്ന് പറയുമ്പോൾ ഞാൻ താഴെ കൊടുത്തു. ഇനി മുകളിൽ കൊടുത്താലും കുഴപ്പമില്ല, ഇതിന് തിരിച്ചു വെച്ചാൽ അല്ലെ അതുപോലെയാ. അപ്പൊ ഓർത്ത് നോക്കുക, ഇങ്ങനെ കൊടുത്തു. ഇനി എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് നമുക്ക് ഇവിടെ കൊടുക്കും, കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് അല്ലെ, ഓർത്ത് നോക്കുക. കാരണം ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഫ്ലൂറിന് ഒരേപോലെ ഇരിക്കും. ഓക്കെ. ഇനി ലോൺ പെയർ മാച്ച് കഴിഞ്ഞിട്ട് ഇത് ജോയിൻ ചെയ്ത് എന്ത് കിട്ടും? സ്ക്വയർ പിരമിഡ്. വേഗം എഴുതി വെക്കുക, സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡ്. അല്ലെങ്കിൽ ഈ മോളിക്കൂളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റ് ബുക്കിൽ കാണാതെ പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് എത്തണമെന്നില്ല കേട്ടോ, ഓർത്ത് വെക്കാം. കാണാതെ പഠിക്കുന്ന സമയത്ത് വരില്ല. അപ്പൊ ഇതുപോലെ വരച്ച് പതുക്കനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. ഈ ടോപ്പിക്കിന് ഏത് ലെവലിൽ എത്തിക്കഴിഞ്ഞാലും നല്ലതാണ്, കാരണം ഇത് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ബാക്കിയൊക്കെ ചാപ്റ്ററിലൊക്കെ ഫാക്ട് ഓറിയന്റഡ് ആണ്. ഫാക്ട് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ CH4 അതിന് വല്ലതും പറയാൻ പറ്റുമോ? ഇയാൾ ചോദിക്കണം CH4 എന്തുകൊണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ അതിന്റെ വാലൻസ് അത്രയും പറയാനുള്ളൂ. അല്ലാതെ ആ മോളിക്കൂളിനെ നമ്മൾ മീഥേൻ എന്ന് തന്നെ കാണാതെ പഠിക്കണം അല്ലെ. എന്തിനാ അതിനെ മീഥേൻ എന്ന് വിളിച്ച് വേറെ പേര് വിളിക്കാറുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. അത് ഫാക്ട് ആണ് അല്ലെ. അപ്പൊ ആ ഫാക്ട് അങ്ങനെ തന്നെ അബ്സോർവ് ചെയ്യുക. പക്ഷെ ഇതല്ല, ഇതൊരു ലോജിക്കൽ ഐഡിയ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെ വരുന്നതാണ് അല്ലെ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, പോയിട്ടു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ XCO3. ഇല്ല, O3 കേട്ടോ, XCO3. ഹീലിയം റിയാക്ട് ചെയ്യില്ല കേട്ടോ.
XeO3. കിട്ടിയാ ആർക്കെങ്കിലും? എന്തായിരുന്നു കിട്ടിയ ആൾക്കാരൊന്ന് പറഞ്ഞേ. ഇത്രയും നമ്മൾ ചെയ്തതല്ലേ? ട്രൈഗണൽ പിരമിഡൽ. ബൈയില്ലല്ലോ, പിരമിഡൽ കേട്ടോ. ട്രൈഗണൽ ബേസുള്ള ഒരു പിരമിഡ് അല്ലെ, ട്രൈഗണൽ പിരമിഡ് കേട്ടോ. ഓർത്ത് നോക്കുക, വെരി ഗുഡ് കേട്ടോ. ഓർത്ത് നോക്കുക കിട്ടിയ ആൾക്കാര്. ഓക്സിജനൊക്കെ ഡബിൾ ബോണ്ട് ആണ്, അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കാം. ഇനി ഇതൊരു ലോൺ പെയർ, അപ്പൊ 1 ലോൺ പെയർ ആൻഡ് 3 ബോണ്ട് പെയർ കേട്ടോ. ടോട്ടൽ എത്ര വരും? 4 അല്ലെ. 4 വന്നാ എന്ത് വരും? അപ്പൊ Xe കൊടുത്തു അല്ലെ. ഒരു ലോൺ പെയർ ഇവിടെ മുകളിൽ വരും. ലോൺ പെയർ മാച്ചു കഴിഞ്ഞാലും എന്താ ഷേപ്പ് വരിക? ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ട്രയഗണൽ പിരമിഡൽ കേട്ടോ. പേര് എഴുതി വെക്കണം കേട്ടോ. ട്രയഗണൽ പിരമിഡൽ. ഇതുകൊണ്ട് ഈ ഓയുടെ ബേസ് കണക്ട് ചെയ്ത ഒരു ട്രയാങ്കിൾ കിട്ടും നിങ്ങൾക്ക്. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, ആ ബാക്കിലുള്ളതും ക്രോസ് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ്. അതുകൊണ്ട് ട്രയഗണൽ പിരമിഡ്. അതെ, നോക്കിയേ, ഇവിടെ ഒരു ബേസ് കിട്ടത്തില്ലേ? ഈ ബുക്ക് കട്ട് ചെയ്ത് 3D ആയതുകൊണ്ടാ പ്രശ്നം. കട്ട് ചെയ്തു. ഈ ബുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോ ഈ മിഡിലാണ് ആര് നിൽക്കുന്നത്? Xe അല്ലെ. ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ നിന്ന് ഇതിങ്ങനെ നിൽക്കുന്ന ഒരു പിരമിഡാണ് ആക്ച്വലി. അതിന്റെ മിഡിലാണ് Xe വരുന്നത്. അപ്പോഴും ചെയ്യുമ്പോൾ എന്താ ഒരു ട്രയാങ്കിളിന്റെ എന്ത് കിട്ടും? പൊക്കം കുറഞ്ഞൊരു ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ് കിട്ടും. മറ്റേ ഷേപ്പിൽ നിന്ന് വല്ല വ്യത്യാസം ഉണ്ടോ? ചെറുതായിട്ട് ആംഗിളിൽ വ്യത്യാസം വരും അല്ലെ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ് തന്നെയാണ് അതിനും കിട്ടുക കേട്ടോ. ഓക്കെ ആണോ? ഓർത്ത് വെക്കാം. ഇത്ര എത്തുമ്പോ ലോജിക്കാണ്. ഇനി നമ്മള് നേരത്തെ പഠിച്ച എത്രയും വരെ പഠിപ്പിച്ചിട്ടുള്ളൂ? 6 വരെ പഠിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. സ്കൂളിൽ ആർക്കെങ്കിലും ഇതിനെ കൂടുതൽ പഠിപ്പിച്ചോ? 7 വരുന്ന 2 എക്സാമ്പിൾ നമ്മുടെ 12th പറയുന്നുണ്ട്, അതും പഠിപ്പിക്കാറുണ്ട്. 7 നമ്മളിപ്പോ എത്ര പഠിച്ചിട്ടുള്ളൂ? 6. അപ്പൊ ഓർത്ത് നോക്കാം, നിങ്ങളുടെ സ്കൂളിൽ 6 വരെ ടെക്സ്റ്റ് ബുക്കിന്റെ ബേസ് ചെയ്തിട്ട് ആണ് എടുക്കുന്നതെങ്കിൽ അത്രയും വരെ മതി. 7 അടുത്തൊരു ലെവലിൽ 12th വരുന്ന ഒരു ഏരിയ ആണ് IF7. പക്ഷെ അത് കുറെ സ്കൂളുകാർക്ക് കഴിഞ്ഞ വർഷമൊക്കെ എടുത്തിട്ടുണ്ട്. ഓർത്ത് നോക്കാം, കഴിഞ്ഞ വർഷമൊക്കെ എടുത്തിട്ടുണ്ട് IF7 കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി വരുന്ന ഒരു 3 ക്വസ്റ്റ്യൻ ഒരു എന്ത് പറ്റി എടുത്തിട്ടുണ്ട്. വെരി ഗുഡ് കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ. എടുത്താലും പഠിച്ചാൽ നല്ലതാണ് ആക്ച്വലി. അപ്പോ അടുത്തൊന്ന് എഴുതി വെക്കാം, IF7. നെക്സ്റ്റ് ഹെഡിങ് ആണ് IF7. നെക്സ്റ്റ് ഹെഡിങ് IF7. അപ്പൊ അതൊന്ന് സ്പെഷ്യൽ ആയിട്ട് ഓർത്ത് നോക്കണം കേട്ടോ. എത്രയും വരെ 6 ആണ് പഠിപ്പിച്ചേക്കുന്നത്. ഇനി അടുത്ത എന്താണ്? 7. IF7. അയഡിൻ ആറ്റമിക് നമ്പർ എത്രയായിരുന്നു? ഏത് ഫാമിലിയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവർക്കെല്ലാം എന്ത് വരും? കാല് വിളിക്കുക. എത്ര വരും? 7. ആറ്റമിക് നമ്പർ എത്ര വരിക? 7. അപ്പോ 17 എന്ന് പറയുമ്പോൾ 2,8,7. ക്ലോറിന്റെ ഫാമിലി അല്ല. ഏതാ മോനെ? 7. IF7 സോറി, IF7 കേട്ടോ. 7 ആണ് കേട്ടോ. അപ്പോ 7 എന്ത് വരും? വാലൻസ് ഇലക്ട്രോൺ വരും കേട്ടോ. 7 വരാൻ കാരണം എന്താന്ന് പറഞ്ഞേ? 7 വരാൻ കാരണം എന്താ? 17th ഗ്രൂപ്പ് ആണ്. 17th ഗ്രൂപ്പ് ഏതൊക്കെയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അവർക്കെല്ലാം 17th ഗ്രൂപ്പ് ആണ്. എത്ര വരും? 7 വാലൻസ് ഇലക്ട്രോൺ. അപ്പോ ഇവിടേക്ക് നമുക്ക് ഫ്ലൂറിന്റെ ഉണ്ടോ? 1 2 3 4 5 6 7 കേട്ടോ. അപ്പൊ എന്ത് വരും? 7 BP ബോണ്ട് പെയർ ഉണ്ടോ? 7 വരികയാണ് ആക്ച്വലി. ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. അങ്ങനെ 7 വന്നാൽ എന്തായിരിക്കും ഷേപ്പ്? നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. ഇത് നോക്കിയോ കേട്ടോ. ഇത് എത്ര വന്നപ്പോഴാണ്? 5. 6 വന്നപ്പോഴുള്ള ഷേപ്പ് നോക്കുക കേട്ടോ. ഇത് 6. അപ്പൊ എന്തായിരിക്കും? പെന്റഗണൽ ബൈപിരമിഡ്. ഇത് കണ്ടോ? സ്ക്വയർ ബൈപിരമിഡ്. ഇതെന്താണ്? ഒക്ടാഹെഡ്രൽ എന്ന് പഠിപ്പിച്ചു. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു പോകില്ല, അടുത്തൊക്കെ പറഞ്ഞു പോകും. ഇതിനെന്ത് വിളിക്കും അവര്? ഒക്ടാഹെഡ്രൽ. അടുത്തതിന്റെ പേരെന്തായിരിക്കും? പെന്റഗണൽ ബൈപിരമിഡ്. അടുത്തത് ഹെഡ് വെച്ച് പറയും. മനസ്സിലായി? അങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരുന്നു അല്ലെ. ഇതെന്തായിരുന്നു? ട്രൈഗണൽ ബൈപിരമിഡ്. ഇതെന്തായിരിക്കും? ഏകദേശം സ്ക്വയർ ബൈപിരമിഡ് പോലെ. അതിനെയാണ് ഒക്ടാഹെഡ്രൽ എന്ന് വിളിച്ചത്. അടുത്തതിന്റെ ഷേപ്പ് 7 വന്നാൽ എന്തായിരിക്കും? അപ്പോ പെന്റഗൺ. പെന്റഗൺ ഷേപ്പ് അറിയാലോ അല്ലെ കേട്ടോ.
ഞാൻ ഈ വരക്കുന്ന പെന്റഗൺ അല്ല, ഈക്വൽ ഷേപ്പ് ആയിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞ ഈ സൈസ് അല്ലെ, ആ സൈഡുകളെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെയുള്ള പെന്റഗണൽ ബൈപിരമിഡ് ആയിരിക്കും വരക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ IF7ന്റെ ഷേപ്പ് എന്താ? 7 വന്ന എന്തായിരിക്കും? പെന്റഗണൽ ബൈപിരമിഡ് കേട്ടോ. അപ്പൊ പെന്റഗൺ ദേ കേട്ടോ. ഓർത്ത് നോക്കാം. പെന്റഗൺ നല്ല ഭംഗിയിലൊക്കെ വലുതാക്കിയൊക്കെ വരക്കണം കേട്ടോ. നിങ്ങൾ നല്ല രസമായിട്ട് പെന്റഗൺ ആയിട്ട് തോന്നണം കേട്ടോ. ഓർത്ത് നോക്കാം. ദേ മിഡിലായി കൊടുത്തു. ഇനി മുകളിലേക്ക് ഒരു ആക്സിയൽ ബോണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ എല്ലാം എഫ്, ഇവിടെ എഫ്, ഇവിടെ എഫ്, കേട്ടോ. ഓർത്ത് നോക്കുക. ഞാൻ വരച്ചു പെന്റഗണൽ ബൈപിരമിഡ്. ആ വിട്ടു. ഓക്കെ. ഓക്കെ ആണോ? ഡൗട്ടുണ്ടോ? ആ ഏതാ? ഇല്ല, ഇപ്പുറത്തോട്ടോ എങ്ങനെ വേണമെങ്കിലും വരക്കാം. ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും വരക്കാം. മുകളിലേക്ക് വരക്കണം കേട്ടോ. അർത്ഥോ പെന്റഗണേ ചരിച്ചോ എങ്ങനെ വേണമെങ്കിലും ഒക്കെ വരക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. പെന്റഗണായിട്ട് തോന്നിയാൽ മതി, അത്രേ ഉള്ളൂ. മുകളിലേക്ക് ഒരു ഇത് വരക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. ഏതാ? കാല് ഉള്ളിങ്ങി. പെന്റഗണൽ ബൈപിരമിഡ്. ഓക്കെ ആണോ? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന VBT ആണ്, വാലൻസ് ബോണ്ട് തിയറി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷന്റെ ഇടയിൽ ഒരു ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ പഠിപ്പിക്കും നിങ്ങൾക്ക്. അവിടെയാണ് സിഗ്മ ബോണ്ട്, പൈ ബോണ്ട് ഒക്കെ വരുന്നത്. ഇത് കഴിഞ്ഞാലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു ഹൈബ്രിഡൈസേഷൻ വരുന്നത്. നമ്മൾ ചെയ്യുന്നത് ഈ ടോപ്പിക് കഴിഞ്ഞാൽ നേരെ ആ ടോപ്പിക്കിലേക്കാണ് കൊണ്ടുപോകുന്ന ഹൈബ്രിഡൈസേഷൻ. കാരണം ഞാൻ ചെയ്യുമ്പോൾ ഇതും അതും കണക്ട് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ പഠിച്ചാൽ മറ്റതും കൂടി പഠിക്കും കേട്ടോ. അപ്പൊ അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. ആ പെന്റഗണൽ ബൈപിരമിഡ് കേട്ടോ. എഴുതണം കേട്ടോ. പെന്റഗണൽ ബൈപിരമിഡ്. പെന്റഗണൽ ബൈപിരമിഡ്. പെന്റഗണൽ ബൈപിരമിഡ്. പെന്റഗണൽ ബൈപിരമിഡ്. നിങ്ങൾക്ക് സ്കൂളിൽ എടുക്കുന്ന സമയത്ത് ഇതിന് ഒരു ഇപ്പൊ ഈ പഠിപ്പിച്ച മെത്തേഡില്ലേ, ഇതിനൊരു എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും ഒരു ടേബിൾ ആണ്. അപ്പൊ ചില സ്കൂളിലെ ടീച്ചേഴ്സ് ആ ടേബിൾ അങ്ങനെ തന്നെ എടുത്തിട്ട് കാണാൻ പഠിച്ചോളാൻ പറയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എളുപ്പമാണ് അല്ലേ. എന്റെ ലോജിക് ഒന്നും പറയില്ല, ആ ഷേപ്പ് അങ്ങനെ തന്നെയാണ്. ആ സയന്റിസ്റ്റ് പറഞ്ഞ സമയത്തും വേറെ എക്സ്പ്ലനേഷൻ വന്നില്ല. നമ്മൾക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയാസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി ആ കിട്ടാൻ വരുന്ന ഐഡിയാസിൽ ചിലതിൽ അവര് ഈ നമ്പറുകൾ മൊത്തം കൗണ്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്ന ചെറിയ ഫോർമുലാസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈഡുകളിൽ. അപ്പൊ ആ മെത്തേഡ് ആ ഒരു എന്താണ് ഒരു ഇക്വേഷൻ ഫോർമുല ആയിട്ടൊക്കെ കാണാതെ പഠിപ്പിക്കുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. ഒരു 4 മെത്തേഡെങ്കിലും എനിക്ക് ബുക്കുകളിൽ നിന്ന് അറിയാവുന്നതുണ്ട്, വേറെ 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 മെത്തേഡ്. ഇത് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ നമ്മൾ ഈ ഹൈബ്രിഡൈസേഷനും ഇതും എല്ലാം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. മാർക്കിൽ ഇവർക്ക് ഈ ഷേപ്പ് മാത്രം പറഞ്ഞാൽ മതി, ഇതൊന്നും പറയണ്ട. മനസ്സിലായി? ഇതിന്റെ ഷേപ്പ് വെച്ചാൽ എന്ത് പറഞ്ഞാൽ മതി നിങ്ങള്. ഇത് അതിന് മെത്തേഡ് ഇല്ലാന്ന്. ഏതാ? അല്ല, ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ ചോദിക്കും. മനസ്സിലായി? പിന്നെ ഇതിന്റെ വേറെ രീതിയിൽ വരുന്നത് ഹൈബ്രിഡൈസേഷൻ ആയിട്ടൊക്കെ കണക്റ്റഡാ വരുന്നത്. അപ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരും. അപ്പോൾ മാർക്ക് നല്ലോണം വ്യത്യാസം വരും. ഐഡിയ മനസ്സിലായി? അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത് ഫാക്ട് ആയതുകൊണ്ട് ഇത് ഏറ്റവും ടഫസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഐഡിയ കൊണ്ടുവന്നേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്തേക്കണേ? 6 എണ്ണത്തിന്റെ പേര് നന്നായിട്ട് ഉറപ്പിച്ച് പഠിക്കുക, എന്നിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പൊ മൈൻഡ് ഒന്ന് പഠിച്ചോളൂ കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ ഡെഫിനിഷൻ നമ്മളൊന്ന് എഴുതാണ്. ഒറ്റ വേർഡിൽ പറഞ്ഞു, ഇപ്പൊ എഴുതണ്ട. അതിന്റെ കൺസെപ്റ്റ് ഇതാണ്: ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ ടു ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽ വിത്ത് ഇക്വാലന്റ് എനർജി. ഇതാണ് നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇത് പഠിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരാം. ഇതെന്തിനാ VSEPR തിയറി പഠിച്ചത്? VSEPR തിയറി പഠിച്ചത് എന്തായിരുന്നു? ഷേപ്പ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ. നല്ല ഭംഗിയുള്ള ഷേപ്പ് ഉണ്ട് അല്ലെ. ഇപ്പൊ ബെർലിയത്തിന്റെ ഷേപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. VSEPR തിയറി
പഠിപ്പിച്ചപ്പോ പറയുന്ന ഒരു കാര്യം തന്നെ ഇതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അതാണ് ഹൈബ്രിഡൈസേഷനിൽ കൊണ്ടുവരുന്നത്. ഹൈബ്രിഡൈസേഷനിൽ ഈ ഓരോ മോളിക്യൂളിന്റെയും എനർജി ആ ആറ്റമിക് ഓർബിറ്റിൽ മെൻഷൻ ചെയ്ത് വെക്കും. എന്ന് പറഞ്ഞാല് CH4 നിങ്ങൾക്ക് അറിയാലോ. CH4 എന്താ? മീഥേൻ കേട്ടോ. നിങ്ങൾക്ക് ആ കൺസെപ്റ്റിലേക്ക് ഒന്ന് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഥേൻ, ഈ മീഥേൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. മീഥേൻ CH4 ഇവിടെ ആരാണ് നിൽക്കുന്നത്? ഈ കാർബൺ ആണ്. കാർബണിന്റെ ആറ്റമിക് നമ്പർ എന്തായിരുന്നു? 1s2 2s2 2p2 അല്ലെ. എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ് ആക്ച്വലി എടുക്കുക അല്ലെ. ഓർത്ത് നോക്കാം. പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ഓർത്ത് നോക്കാം. ഇതാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓർത്ത് നോക്കാം. ഇങ്ങനെ ഇരിക്കുന്ന കാർബൺ, ആ കാർബണിന്റെ അടുത്തേക്ക് ആര് വരും? ആര് വരുന്നേ? കേട്ടോ ഓർത്ത് നോക്കാം. ഹൈഡ്രജൻ വരും. ഇപ്പൊ ഇയാളാണ് കാർബൺ എന്ന് ഇമാജിൻ ചെയ്യാം. ഈ കാർബണിന്റെ അടുത്തേക്ക് എന്ത് വരും? കേട്ടോ ഓർത്ത് നോക്കാം. ആറ്റംസ് എല്ലാവരും ഇടണം കേട്ടോ. ആ പേരിന്റെ നേരെ ഡേറ്റ് ഇട്ടിട്ട് ഇട്ടേക്കണം. കേട്ടോ ഓർത്ത് നോക്കാം. ഇയാളാണ് കാർബൺ. കേട്ടോ ഓർത്ത് നോക്കാം. തന്റെ അടുത്തേക്ക് 4 ഫ്രണ്ട്സ് വരുന്നു. ഫ്രണ്ട്സ് ആരാണ്? ഹൈഡ്രജൻ ആണ്. കേട്ടോ ഓർത്ത് നോക്കാം. തന്റെ പരിചയമുള്ള ഭയങ്കര ഇഷ്ടമുള്ള 4 ഫ്രണ്ട്സ് വരുന്നു. താൻ അവർക്ക് എന്ത് ചെയ്യും? കേട്ടോ ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ വീട്ടിൽ കുറെ ചെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറെ ചെയർസ് ഉണ്ട്, പക്ഷെ താൻ എന്ത് ചെയ്യും? എല്ലാ ചെയർ എടുക്കേണ്ട ആവശ്യമില്ല. 4 പേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യും. അങ്ങനെയല്ലേ നോർമലി അല്ലേ? 4 ചെയർസ് സെറ്റ് ചെയ്ത് അവർ വന്നിരിക്കണം. ഓർത്ത് നോക്കാം. ദെൻ അവർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് കരുതാം. ഈക്വൽ ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യാം അല്ലെ. ഓർത്ത് നോക്കാം. അതുപോലെ ഈ CH4 വരുമ്പോ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഇതിന്റെ ഔട്ടർ മോസ്റ്റില്? നോക്കിയേ. 1 2 3 4. അപ്പൊ ഷെയർ ചെയ്യാനായിട്ട് ഈ ഹൈഡ്രജൻ ഷെയർ ചെയ്യാൻ ഇലക്ട്രോൺസ് കൊടുക്കണം. ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, ഈ ഇലക്ട്രോണിൽ എനർജി കൂടുതലുള്ള ഇലക്ട്രോൺ ആരാണ്? എനർജി കൂടുതലുള്ള ഇലക്ട്രോൺ ആരാണ്? ഏതായിരിക്കും? ഇതാണ്. എന്തുകൊണ്ടാണ് എനർജി കൂടുതൽ? ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജീസ്. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നത്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അഫ്ബ പ്രിൻസിപ്പിൾ. അഫ്ബ പറയുന്നത് ഈ ഏറ്റവും ലാസ്റ്റത്തെ ഇലക്ട്രോൺ ആണ് എനർജി കൂടുതൽ, ഇയാൾക്ക് എനർജി കുറവ്. ഇയാൾക്ക് എന്താണ് അല്ലെ? നോക്കാം. ഇയാൾക്ക് അതിനേക്കാളും കുറവ്. ഇനി നോക്കുക, നിങ്ങൾ ഈ കാർബണിന്റെ സ്ട്രക്ചർ വരച്ചപ്പോ ഈ ഇലക്ട്രോണിന്റെ ഇത് കണ്ടോ? എല്ലായിടത്തും ഒരേപോലെ അല്ലേ ട്രീറ്റ് ചെയ്തേക്കുന്നത് വെച്ചാ അല്ലേ? എല്ലായിടത്തും ഒരേപോലെ അല്ലേ ട്രീറ്റ് ചെയ്തേക്കുന്നത്? അതെങ്ങനെ പറ്റും? ഇതിനല്ലേ കൂടുതൽ. അപ്പൊ ഇതിന് ഇത്തിരി നിങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടാവില്ലേ? എനർജിയില് എല്ലാം എന്താണ്? സെയിം ആയിട്ടാണ് ഇവിടെ കാണിക്കണേ. ശരിക്കും ഇവിടെ ഇരിക്കുമ്പോ എന്താ എനർജി? എന്താ? എല്ലാം 4 എന്താണ്? ഡിഫറെന്റ് ആണ്. 4 ഡിഫറെന്റ് ആണ്. എന്ന് പറഞ്ഞാല് 4 ഗ്ലാസ്. ഇപ്പൊ ഇയാളുടെ വീട്ടില് 4 ഗ്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ 4 ഫ്രണ്ട്സ് ആണ് വരുന്നത്. ഒരു ഗ്ലാസ്സിൽ 1 തുള്ളി വെള്ളം, വേറൊരു ഗ്ലാസ്സിൽ നിറച്ചു വെള്ളം, വേറൊരു ഗ്ലാസ്സിൽ ഹാഫ് വെള്ളം. താൻ എന്ത് ചെയ്യും? 4 പേർക്കാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് 4 ഗ്ലാസ് ഇരിപ്പുണ്ട്. ഇതിൽ വാട്ടർ ആണ്. വാട്ടർ ഒരെണ്ണം ഫുൾ ഉണ്ട്, വേറൊരെണ്ണത്തിൽ 1 തുള്ളി വെള്ളമുള്ളൂ, വേറൊരെണ്ണത്തിൽ ഹാഫ് ഉണ്ട്, വേറൊരെണ്ണത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും അല്ലെ. എന്നിട്ട് എല്ലാം എന്ത് ചെയ്യും? ഒരേ ലെവലാക്കും. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ. എന്തായിരുന്നു കൊണ്ടുവരുന്നത്? ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ ടു ഫോം ഈക്വലന്റ് എനർജി. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇയാളുടെ വീട്ടിൽ 1 ആപ്പിളും 3 ഓറഞ്ചും ആണ് ഉള്ളത്. ഒരു ആപ്പിൾ എന്ന് പറഞ്ഞാൽ എസ് ആപ്പിൾ എന്നൊക്കെ പറയാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 1 ആപ്പിള് 3 ഓറഞ്ച് ഈക്വൽ ആയിട്ട് കൊടുക്കാവൂ. എന്നിട്ട് ഓർത്ത് വെക്കാം, ഈക്വൽ ആയിട്ടാണ് കൊടുക്കാവൂ അല്ലെ. ഇയാളാണ് ഫ്രണ്ട്, ഇയാൾക്ക് ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ ബാക്കി ആൾക്കാർ സംഭവിക്കോ അല്ലെ? ഓർത്ത് വെക്കാം. ഈക്വൽ ആയിട്ട് കൊടുക്കണം. എന്ത് ചെയ്യാൻ പറ്റും? താൻ പറ. ആപ്പിളും ഓറഞ്ചും ഉണ്ട്. 3 ഓറഞ്ച്. ആരാണ് 3 ഓറഞ്ച് എന്ന് പറഞ്ഞാൽ? 3p. 1 s. താൻ എന്ത് ചെയ്യും അല്ലെ? കട്ട് ചെയ്യും അല്ലെ. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ സമ്മതിക്കൂല. അയാൾക്ക് ഒരു പീസ് കൊടുത്തേക്കുന്നത് വലുതാണെന്നൊക്കെ പറഞ്ഞ് തന്നെ ഇടിക്കും. കാർബണാണ്, സമാധാനം തരില്ല. കേട്ടോ ഓർത്തൊക്കെ എന്ത് ചെയ്യും? ഒന്നും കുറവ് തോന്നരുത്, എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം. എന്ത് ചെയ്യും? ആപ്പിൾ എടുക്കുന്നു, ഓറഞ്ച് എടുക്കുന്നു, അയാൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കും. എന്നിട്ട് ഇങ്ങനെ 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 കൊടുക്കും. അങ്ങനെ കൊടുത്താൽ എന്ത് പറ്റും? മിക്സിയിലിട്ട് അടിച്ചാൽ എന്ത് പറ്റും? പിന്നെ കൊടുക്കുന്നതിൽ ആപ്പിളാണോ ഓറഞ്ചാണോ കഴിച്ചത്? പറ. 2 കഴിച്ചു അല്ലെ. അതിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞേ. 1s ഓർബിറ്റൽ 3p ഓർബിറ്റൽ. ഇനി എന്ത് ചെയ്യും? പറയേ. ഇന്റർമിക്സ് ടു ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽ വിത്ത് ഇക്വാലന്റ് എനർജി.
അതിൽ നിന്ന് എസ് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇനി പി മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എത്ര മിക്സ് ചെയ്തു അത്രയും എന്ന് പറഞ്ഞാൽ ഒരു എസ് 3 പി. എത്ര എണ്ണം ക്ലാസ്സിൽ ഫില്ല് ചെയ്യണം? 4. കണ്ടോ, ഓർത്ത് നോക്കാം. അതാണ് ഇന്റർമിക്സിങ്. ഇനി എന്തിനാ ഇത് ചെയ്തേ? എന്തിനാ ഇത് ചെയ്തേ? ഇത് കണ്ടോ, ഈ 4 എച്ച് എത്ര വരുന്നോ അവരെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാനാണ്. അങ്ങനെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇയാളാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഞാനാണ് തന്റെ ഫ്രണ്ട് എന്ന് കരുതാ, എനിക്കൊരു തുള്ളി വെള്ളം തരാതെ ഈ 3 പേർക്കും കൊടുത്താൽ തന്നെ ഞാൻ വെറുതെ വെക്കുവോ? ഞാൻ തന്റെ ഫ്രണ്ട് ആണെങ്കിൽ തന്നെ ഉള്ള ഇടിയിടിക്കും പിടിച്ചു കേട്ടോ, ഓർത്ത് നോക്കാം. അവന്മാർക്ക് ഒട്ട് കൊടുക്കാനും സമ്മതിക്കില്ല. അപ്പൊ എന്ത് പറ്റും? സ്റ്റെബിലിറ്റി ഉണ്ടാവോ? എനിക്ക് സമാധാനം ഉണ്ടാവോ? ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പാവ മോളിക്കൂൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഓർത്ത് നോക്കണം. അപ്പൊ എന്തിനാ പർപ്പസ് ഹൈബ്രിഡൈസേഷനാ? സ്റ്റെബിലിറ്റി. ഈ മോളിക്കൂളിന്റെ ഷേപ്പിന് നല്ല എനർജി സ്റ്റെബിലിറ്റി കിട്ടണം. അപ്പൊ ഹൈബ്രിഡൈസേഷൻ ഇതിന്റെ എങ്ങനെയാ പറഞ്ഞേ? ശ്രദ്ധിച്ചേ. 1 2 3 4. എന്തായാലും തുടക്കം എന്തുണ്ടാവും? എസ് ഉണ്ടാവും. ഒരു എസ് 3 പി sp3. അപ്പൊ CH4ന്റെ സ്റ്റെബിലിറ്റി എത്ര ഹൈബ്രിഡൈസേഷൻ? sp3. അങ്ങനെയാണ് BF2. എങ്ങനെയാ? BeF2 എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം. അപ്പൊ ഒന്ന് പറഞ്ഞേ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? BeF2 ഒരു എസ് ഒരു ബി, sp ഹൈബ്രിഡൈസേഷൻ. BF3 എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? പറ. 3 വന്നാ എങ്ങനെയാ? കയ്യിലൊന്ന് വിളിച്ചു പറഞ്ഞേ. 3 വന്നാ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരെണ്ണം എസ്, പിന്നെ എത്ര പി വരും? 2 പി. അപ്പൊ എന്തായിരിക്കും? sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ആദ്യം മുതൽ ഒന്ന് പറഞ്ഞേ. BeF2 ബെർലിയം ഹോസ്റ്റ് ചെയ്യുന്ന ആള്, 2 ആൾക്കാർ വരുന്നു അല്ലെ? അപ്പൊ എത്രയാ? 2 വന്ന എന്താ പഠിപ്പിക്കണ്ടേ? sp. കണ്ടോ, ഒരു എസ് ആദ്യത്തെ എസ് വെച്ച് പറയാ, ബാക്കി ബി അല്ലെ? sp. അടുത്ത് BF3. അപ്പൊ എന്ത് പറയണം? sp2. അടുത്ത് എന്ത് പറയും? 4 വന്ന sp3. 5 വന്ന PCl5. പിക്ക് എത്ര ബോക്സ് ഉള്ളൂ? മാക്സിമം എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. sp3. പിന്നെ അടുത്ത ബോക്സിന്റെ പേരെന്താ? D. PCl5ന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? sp3d. ഈ ലോജിക്കൽ പഠിക്കുമ്പോൾ എളുപ്പമാണ്, അല്ലെങ്കിൽ കാണാതെ പഠിച്ചേക്കണം. അതിന്റെയൊക്കെ ഒരു ലോജിക്കും ഇല്ലാതെ. ക്ലിയർ ആയോ? നേരത്തെ എഴുതിയേക്കുന്ന സ്ഥലത്തെല്ലാം ഹൈബ്രിഡൈസേഷൻ എഴുതിപ്പോ. നേരത്തെ എഴുതിയില്ല, ആദ്യം മുതൽ എടുത്തോ. BF2 അവിടെ എന്ത് എഴുതണം? ബ്രാക്കല്ല. ഡെഫിനിഷനൊക്കെ അടുത്തത് നമുക്ക് എഴുതി വെക്കാം കേട്ടോ. ഒന്ന് എഴുതി വെക്കാം. BF2ന്റെ അവിടെ ബ്രാക്കല്ല എന്ത് എഴുതണം? ഹൈബ്രിഡൈസേഷൻ പറയേ. sp. അടുത്തെന്തായിരിക്കും? sp2 BCl3 CH4 കണ്ടോ? ഇതിങ്ങനെ എഴുതണം കേട്ടോ. sp2 മുകളിൽ sp2 sp3. അടുത്ത sp3d. ഏതിനായിരിക്കും sp3d? പറഞ്ഞേ. PCl5. അടുത്ത SF6 എന്തായിരിക്കും? sp3d2. കേട്ടോ, sp3d2. അടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു ഇന്ന് എടുത്തത്? SO2. എത്ര ലോൺ പെയർ എത്ര ബോണ്ട് പെയർ ടോട്ടൽ ആയിട്ട് കൗണ്ട് ചെയ്തേ? അപ്പൊ ടോട്ടൽ എത്ര വന്നു? 3 വന്നാ എന്താണ്? 3 വന്നാ പറഞ്ഞോ, അതെ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞോ. sp2. വേഗം എഴുതിപ്പോക്കോ. 3 വന്ന sp2. കണ്ടോ, അവിടെ ലോൺ പെയറും എല്ലാം കൗണ്ട് ചെയ്തിട്ടാ sp2. അടുത്തെന്തായിരുന്നു? പറയൂ, എന്താ എഴുതാത്തെ? SO2ന്റെ ഇവിടെ എഴുതിയില്ലേ? ഞാൻ വിട്ടൂലോട്ടാ. ഇന്നത്തെ എഴുതിയില്ലോ ഒന്നും. SO2 എഴുതിയ SO2 എഴുതിയില്ലേ? ദൈവമേ, ക്ലാസ്സിൽ വന്നിട്ട് അപ്പോൾ വെറുതെ ഇരിക്കുകയായിരുന്നോ? അവിടെ എഴുതി നോക്കും. ഇതെന്തായിരുന്നു? ഇത് sp3d2 കേട്ടോ. കാണുന്ന രീതിയിൽ എഴുതണം കേട്ടോ. അടുത്തെന്തായിരുന്നു പഠിപ്പിച്ചേ? പറയേ. NH3 എന്ന് പറയുമ്പോ എത്രയാ? sp3. എന്തുകൊണ്ടാ? 1 ലോൺ പെയർ 3 ബോണ്ട് പെയർ. ഇത് കണ്ടോ 4 കയ്യിൽ വെച്ച് പഠിക്കാം. 4 വന്ന ഒരു എസ്, ബാക്കി 3 പി. sp3. H2O എന്തായിരിക്കും? sp. എത്രയുണ്ട്? എത്ര ലോൺ പെയർ ഉണ്ട്? 2 ലോൺ പെയർ 2 ബോണ്ട് പെയർ. അപ്പൊ ടോട്ടൽ എത്ര? 4. കണ്ടോ അവിടെ 4 എന്ന് എഴുതിയല്ലേ ലാസ്റ്റ് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായിരിക്കും? sp3. നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ, പുറത്ത് നോക്കാം. അടുത്തെന്തായിരിക്കും? അടുത്തതിന്റെ പേര് പറ.
SF4. SF4 എത്രയുണ്ട് ടോട്ടൽ? 5 വന്നാ sp3d. 5 വന്നാ എന്തായിരിക്കും? sp3d. അടുത്തെന്തായിരിക്കും? ClF3. ടോട്ടൽ എത്രയുണ്ട്? 5. അപ്പൊ എന്തായിരിക്കും? sp3d. എഴുതണോട്ടോ, എല്ലാം എഴുതണം, എല്ലാവരും വെറുതെ എല്ലാവരും എഴുതണോട്ടോ, sp3d. അടുത്തെന്തായിരിക്കും? brfi. എന്തായിരിക്കും? sp3d2. വേഗം എഴുതാം, sp3d2. 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 അടുത്തെന്തായിരിക്കും? എന്തായിരിക്കും അത്? sp3d2. അടുത്തെന്താണ്? XeOF4. എന്തായിരുന്നു? sp3d2. അടുത്തെന്താണ്? വേമ്പറ എന്തായിരിക്കും? sp3d3. sp3d3. ഇത് നിങ്ങൾക്ക് കേട്ടപ്പോൾ എളുപ്പമായിട്ട് തോന്നിയില്ലേ? ഇങ്ങനെ അവർ പഠിപ്പിക്കില്ല നമ്മളാ. ഇങ്ങനെ പഠിപ്പിക്കില്ല, ഇങ്ങനെ പഠിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം ഈ ഒരു ത്രെഡും പഠിപ്പിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതില് ഈ ഒരു റൂള് അപ്ലൈ ചെയ്യാത്ത ഒരു 2 ആൾക്കാരുണ്ട്. 2 കാറ്റഗറി ഓഫ് കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ട് ഇപ്പൊ നിങ്ങൾ എല്ലാത്തിനും പഠിച്ച തുടക്കം എന്തായിരുന്നു? എസ് വെച്ചാ തുടങ്ങിയത്, ശരിയല്ലേ? എസ് വെച്ച sp3d2 അങ്ങനെ വരുന്നത്. പക്ഷേ ഒരു കാറ്റഗറി ഓഫ് കോമ്പൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൂള് അവർ മാറ്റിവെക്കുന്നത്. അപ്പൊ അത് അവര് നിങ്ങൾ ഈ പഠിക്കണതിന്റെ ഇടയ്ക്ക് ആ ഒരു കോമ്പൗണ്ട് ഇടും. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പഠിച്ചൊന്നും കിട്ടില്ല. എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് ഭയങ്കര എറർ വരും. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഭയങ്കര ടഫായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ടഫ്നെസ് നിങ്ങളെ ഫീൽ ചെയ്യിക്കാത്ത രീതിയിൽ അത് മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാം പഠിച്ചത്. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് വിളിക്കുന്ന കോമ്പൗണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നാണ്. എന്താണ് പഠിക്കുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്. നിങ്ങൾ ഈ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളർ കാണുന്നില്ലേ? അതാരാണ്? ക്ലോറോഫിൽ അല്ലെ? ചെടികളിലുള്ള ക്ലോറോഫിൽ. അതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ബ്ലഡിന്റെ കളർ എന്താ? റെഡ് ആരാണ്? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. എന്ന് പറഞ്ഞാല് ആ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരു ചാപ്റ്റർ ആണ് പ്ലസ് ടൂല നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററിന്റെ പേരെന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്. നേരത്തെ എടുത്ത ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ആ ഒരു കോമ്പൗണ്ടില് D2sp3 ഒക്കെ ഉണ്ട്. എന്തൊക്കെയുണ്ട്? D2sp3, DsP2. നിങ്ങൾ പഠിക്കാത്ത 2 ടൈപ്പ് ഉണ്ട്. ഈ കാറ്റഗറി നിങ്ങൾ ഇപ്പൊ ഈ പഠിച്ചേക്കണതിന്റെ ഇടയിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ഓർഡർ കിട്ടില്ല. 5 വന്നാൽ എന്ത് വരും? 6 വന്നാൽ എന്താ പഠിപ്പിച്ചേക്കുന്നത്? sp3d2. അതിനെന്ത് വരും? D2sp3 വരും. അപ്പൊ അതിനൊരു റൂൾ ഉണ്ട് ആ ഒരു കോമ്പൗണ്ടുകൾക്ക്. അപ്പൊ അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ഇനി അതിനെ തിരിച്ചറിയാനായിട്ട് ഇതിങ്ങനെ ഇരിക്കും ആ കോമ്പൗണ്ടുകൾ എപ്പോഴും. ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ടേബിൾ ഇട്ടിട്ട് ഇതിങ്ങനെ കണ്ടാൽ ഇത് കണ്ടോ ഈ സാധനം കണ്ടോ? സ്ക്വയർ ബ്രാക്കറ്റ്. ഇവൻ കണ്ടാൽ അതിൽ എക്സെപ്ഷൻ ഉണ്ടാവും. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് D2sp3 എന്നാണ്. ഇത് നിങ്ങൾക്ക് അടുത്ത വർഷം എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ലിഗൻഡ് എന്നൊക്കെയാണ് വിളിക്കുക. ഈ ആൾക്കാരെ വിളിക്കുന്ന പേര് ലിഗൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ലേ, അതിനെ വിളിക്കുന്ന അയണൈസേഷൻ സ്പിയർ ഓർ കോർഡിനേഷൻ സ്പിയർ എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ആ ഒരു ഏരിയ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും എന്തുപയോഗിക്കാം? നിങ്ങൾ പഠിപ്പിച്ച എന്താ ചെയ്തേ? നമ്മൾ ഇത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും എന്തുപയോഗിക്കാം? 5 എന്തായിരിക്കും? sp3d. ഓർത്ത് നോക്കാം. ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ പഠിപ്പിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചേക്കുന്ന ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ഇത് കണ്ടാൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട്. ആ ഒരു കോമ്പൗണ്ട് നോക്കി വെക്കുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ 11th നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മൾ ലോൺ പെയർ ബോൺ പെയർ എടുക്കുന്നു. ആദ്യം തുടങ്ങും എന്ത് വെച്ച് പറയണം? യെസ് കേട്ടോ. ഓർത്തോ, ഇത് എക്സെപ്ഷൻ ആണ് കേട്ടോ. ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇത് പറയാതിരിക്കുന്ന. ഇനി എങ്ങാനും സ്കൂളിൽ ഇതിന്റെ ഇടയിൽ ഒരെണ്ണം കണ്ടിട്ടോ, യു സാറേ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വരണ്ടാലോ എന്ന് എഴുതിയിട്ടാണ് ഇത് പഠിക്കണ്ടെന്ന് പറഞ്ഞത്. പഠിക്കണമെന്നല്ല പറഞ്ഞു. ഇത് എക്സെപ്ഷൻ ആണ്. ഈ ഒരെണ്ണം വേണമെങ്കിൽ ഓർത്ത് വെക്കുക, എക്സെപ്ഷൻ ആണ്. ഇതുപോലെ ബ്രാക്കറ്റ് ഉണ്ടാൽ മാത്രമേ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് വേരിയേഷൻ വെച്ച് ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാം എന്താണ്? എസ് വെച്ച് തുടങ്ങാം. 4 വന്ന എന്തായിരിക്കും? sp3. കയ്യിൽ വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഓർത്ത് വെക്കുക. നിങ്ങൾ വെറുതെ കൊണ്ടുപോയി കളയരുത്. മിക്ക ആൾക്കാരും 4 കാണുമ്പോൾ തന്നെ 3 വെച്ച് പറയും. മനസ്സിലായി? ഓർത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് കൊണ്ടുവരാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹൈബ്രിഡൈസേഷന്റെ ഡെഫിനിഷൻ ഒക്കെ എഴുതും. ഡെഫിനിഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ intermixing of atomic orbital to form hybrid orbital with equivalent energy. ആ ഹെഡിങ് എഴുതിയ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഡൗട്ട് വരും. എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഓർത്ത് വെക്കാം. അപ്പൊ അത് എഴുതും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അപ്പൊ sp2 ഒക്കെ ഡെഫിനിഷൻ എന്തായിരിക്കും?
sp2ന്റെ ഡെഫിനിഷൻ 1s ഓർബിറ്റൽ. sp2 ആണെങ്കിൽ 1s ഓർബിറ്റൽ 2p ഓർബിറ്റൽ ഇന്റർമിക്സ്ഡ് ഫോം എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും? 3 അല്ലേ? ഉണ്ടോ? 3 ഹൈബ്രിഡ് ഓർബിറ്റൽ വിത്ത് ഇക്വാലന്റ് എനർജി. ഡെഫിനിഷൻ ഒക്കെ അതുള്ളൂ. അപ്പൊ ആ ഒരു പോർഷൻ കൂടി അടുത്ത ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ മെയിൻ പോർഷൻ തീരും. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും വലിയൊരാളെ MOT ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം MOT. അതും കൂടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരൂലേ? മനസ്സിലാക്കൂലേ? കേട്ടോ. ഓക്കെ, കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. Outro, yes, sir. Outro.